അപ്പൊ ഹായ് ഓൾ. നമുക്ക് സാധാ എല്ലാ ദിവസത്തെയും പോലെ തന്നെ ക്വസ്റ്റ്യൻസ് ആൻസർ ആ ഒരു രീതിയിൽ തന്നെ പോകാം. പിന്നെ ഇടയ്ക്ക് നമുക്ക് കുറച്ച് പോസ്റ്റ് ഹാർവസ്റ്റ് മാനേജ്മെന്റ് ചില ആസ്പെക്ട്സ് ഓൾറെഡി നിങ്ങൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ തന്നെ നമുക്ക് ചെറുതായിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാം. അപ്പോൾ ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് പോകാം. അപ്പൊ ഞാൻ ആദ്യം തന്നെ മെഡിസിനൽ പ്ലാന്റ്സിന്റെ ഏരിയയിൽ നിന്ന് പറയട്ടെ. നമുക്ക് മുൻ വർഷങ്ങളിലെ ചോദ്യപേപ്പർ നോക്കിക്കഴിഞ്ഞാൽ മെഡിസിനൽ പ്ലാന്റ്സിന്റെ ഏരിയയിൽ നിന്ന് കൂടുതലായിട്ട് ക്വസ്റ്റ്യൻസ് വരുന്നത് വെറൈറ്റീസ് അല്ലെങ്കിൽ അതിന്റെ പ്രൊപ്പഗേഷൻ അല്ലെങ്കിൽ ഏത് പാർട്ടാണ് അതിന്റെ മെഡിസിനൽ പ്രോപ്പർട്ടി നൽകുന്നത്, ലീഫ് ആണോ അല്ലെങ്കിൽ റൂട്ട് ആണോ അല്ലെങ്കിൽ അതിന്റെ ഏത് പാർട്ടാണ് അതിന്റെ മെഡിസിനൽ പ്രോപ്പർട്ടി നൽകുന്നത്, ഈ ഒരു രീതിയിലാണ് ക്വസ്റ്റ്യൻസ് ചോദിച്ചു കണ്ടിട്ടുള്ളത്. വളരെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് പൊതുവെ മെഡിസിനൽ പ്ലാന്റ്സിന്റെ ഒരു ആസ്പെക്ട് എന്ന് ചോദിക്കാറുള്ളത്. അത്തരം ചോദ്യങ്ങൾ ഈ ഒരു ആസ്പെക്റ്റിൽ നിന്നായിരിക്കും പൊതുവെ ചോദിക്കാറുള്ളത്. അപ്പൊ ആ ഒരു രീതിയിൽ ഫോക്കസ് ചെയ്ത് പഠിക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് ദ സയന്റിഫിക് നെയിം ഓഫ് ബ്രഹ്മി? ബ്രഹ്മിയുടെ സയന്റിഫിക് നെയിം എന്താണ്? 4 ഓപ്ഷൻ ഉണ്ട്. എല്ലാവരും POP വായിച്ചിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. പറഞ്ഞു, എന്താണ് ബ്രഹ്മിയുടെ സയന്റിഫിക് നെയിം? യൂക്കാലിപ്റ്റസ് സിട്രിയോഡോറയാണോ, ബെക്കോപ്പമനേറിയാണോ, ഏതോ? ഓപ്ഷൻ ബി, ബെക്കോപ്പമനേറി. ഓപ്ഷൻ ബി ആണ് പറഞ്ഞേക്കുന്നത്, ബെക്കോപ്പമനേറി. നമുക്ക് നോക്കാം. യെസ്, ആൻസർ കറക്റ്റ് ആണ്. ബ്രഹ്മിയുടെ സയന്റിഫിക് നെയിം എന്ന് പറയുന്നത് ബെക്കോപ്പമനേറി എന്നാണ്. ബ്രഹ്മി എല്ലാവർക്കും അറിയാവുന്ന ഒരു നമ്മുടെ ബ്രെയിൻ ടോണിക് എന്നറിയപ്പെടുന്ന ഒരു മെഡിസിനൽ പ്ലാന്റ് ആണ് ബ്രഹ്മി എന്ന് പറയുന്നത്. അപ്പം ബ്രഹ്മിയുടെ സയന്റിഫിക് നെയിം ബെക്കോപ്പമനേറി. ഇനി ബാക്കി ഓപ്ഷൻസ് നോക്കി. ഒന്നാമത്തത് യൂക്കാലിപ്റ്റസ് സിട്രിയോഡോറ. അതെന്താന്ന് എല്ലാവർക്കും അറിയാമല്ലോ, ആ പേരിൽ തന്നെയുണ്ട്. എന്തിന്റെ സയന്റിഫിക് നെയിം ആണത്? യൂക്കാലിപ്റ്റസ്. ഓപ്ഷൻ സിയിൽ പറഞ്ഞിരിക്കുന്ന കേംബിഫെറ ഗലഞ്ച, അതെന്തിന്റെ സയന്റിഫിക് നെയിം ആണ്? കച്ചോലത്തിന്റെ സയന്റിഫിക് നെയിമാണ് കേംബിഫെറ ഗലഞ്ച എന്ന് പറയുന്നത്. അടുത്തത് ഹെമിഡെസ്മസ് ഇൻഡിക്കസ്. ഹെമിഡെസ്മസ് ഇൻഡിക്കസ് എന്ന് പറയുന്നത് എന്തിന്റെ സയന്റിഫിക് നെയിം ആണ്? അറിയാമോ? POPയിൽ ഒരുപക്ഷെ അത് പറഞ്ഞിട്ടുണ്ടാവില്ല. ഹെമിഡെസ്മസ് ഇൻഡിക്കസ് എന്ന് പറയുന്നത് ആർക്കെങ്കിലും അറിയാമോ? അറിയാമെങ്കിൽ പറഞ്ഞോ, അല്ല നമുക്ക് പറയാം. ഹെമിഡെസ്മസ് ഇൻഡിക്കസ് എന്ന് പറയുന്നത് നമ്മൾ നറുനീണ്ടി എന്ന് പറയത്തില്ലേ, നറുനീണ്ടി എല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും. നറുനീണ്ടി സർബത്ത് എന്നൊക്കെ പറഞ്ഞു. നറുനീണ്ടിയുടെ സയന്റിഫിക് നെയിമാണ് ഹെമിഡെസ്മസ് ഇൻഡിക്കസ്. അപ്പൊ നമുക്ക് POPയിൽ ഇല്ലാത്ത കുറച്ച് മെഡിസിനൽ പ്ലാന്റ്സിന്റെ കൂടെ ലാസ്റ്റ് നമുക്ക് ഇത് കഴിയുമ്പോൾ ഒരു ടേബിളിൽ നമുക്ക് നോക്കാം. അതിന്റെ വിത്ത് ഫോട്ടോസ് നമുക്ക് അന്നേരം കുറച്ച് കാണാം. POPയിൽ ഉള്ളതും ആ കൂട്ടത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ. ചൂസ് ദ ഹൈ യീൽഡിംഗ് വെറൈറ്റീസ് ഓഫ് കച്ചോലം ഫ്രം ദ ഫോളോയിങ്. കേംബിഫെറ ഗലങ്ക കച്ചോലത്തിന്റെ വെറൈറ്റീസ് ഏതൊക്കെയാണ്? രജനി, IASR തേവം, കസ്തൂരി, ബോത്ത് A and C. ഏതൊക്കെയാണ് കച്ചോലത്തിന്റെ വെറൈറ്റീസ്? ബോത്ത് A and C എന്ന് പറയുന്നുണ്ട്. ബോത്ത് A and C നമുക്ക് നോക്കാം. യെസ്, ആൻസർ ബോത്ത് A and C ആണ്. രജനി ആൻഡ് കസ്തൂരി നമുക്ക് POPയിൽ കൊടുത്തിട്ടുണ്ട്. രജനി ആൻഡ് കസ്തൂരി ആർ ഹൈ yielding വെറൈറ്റീസ് വിത്ത് ആൻ yield പൊട്ടൻഷ്യൽ ഓഫ് മോർ ദാൻ 2 tons ഓഫ് ഡ്രൈ റൈസോംസ് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അതിന്റെ റൈസോം ആണ് അതിന്റെ എക്കണോമിക് പാർട്ട്. റൈസോം ആണ് പ്രൊപ്പഗേറ്റിംഗ് മെറ്റീരിയൽ, അത് ഓർത്തിരിക്കുക. പിന്നെ രജനി ആൻഡ് കസ്തൂരി, ഇത് രണ്ടുമാണ് ഹൈ yielding വെറൈറ്റീസ്. ഓപ്ഷൻ ബിയിൽ പറഞ്ഞിരിക്കുന്ന IASR തേവം, അത് എന്തിന്റെ വെറൈറ്റി ആയിരുന്നു? ബ്ലാക്ക് പെപ്പറിന്റെ വെറൈറ്റിയാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. എന്തായിരുന്നു അതിന്റെ പ്രത്യേകത? IASR തേവത്തിന് ഒരു പ്രത്യേകത ഉണ്ടായിരുന്നല്ലോ, ഫുഡ് റോട്ട് റെസിസ്റ്റന്റ് ആയിട്ടുള്ള വെറൈറ്റിയാണ് IASR തേവം, ബ്ലാക്ക് പെപ്പറിന്റെ. അപ്പൊ അത് ഓർത്തിരിക്കുക. രജനിയും കസ്തൂരി എന്തിന്റെ വെറൈറ്റിയാണ്? കച്ചോലത്തിന്റെ വെറൈറ്റീസ് ആണ്. അടുത്തതായിട്ട് സുഗന്ധി ഈസ് ആൻ ഇംപ്രൂവ്ഡ് വെറൈറ്റി ഓഫ് ഡാഷ് റെക്കമെൻഡഡ് ഫോർ കമേഴ്ഷ്യൽ കൾട്ടിവേഷൻ. സുഗന്ധി എന്തിന്റെ വെറൈറ്റിയാണ്? ലെമൺ ഗ്രാസ് ആണോ, വെറ്റിവർ ആണോ, ചെത്തിക്കൊടുവേരി ആണോ, കസ്തൂരി മഞ്ഞളാണോ? ലെമൺ ഗ്രാസ് എന്ന് പറയുന്നുണ്ട്. ലെമൺ ഗ്രാസ്, നമുക്ക് ആൻസർ നോക്കാം. യെസ്, ആൻസർ ലെമൺ ഗ്രാസ് ആണ്. സുഗന്ധി എന്ന് പറയുന്നത് ഒരു ഇംപ്രൂവ്ഡ് വെറൈറ്റി ആണ് നമുക്ക് പറയുന്നത്. POPയിൽ ലെമൺ ഗ്രാസും സിംബോപോഗൻ ഫ്ലെക്സോസസ് ആണ് സയന്റിഫിക് നെയിം. ലെമൺ ഗ്രാസിന്റെ വെറൈറ്റിയാണ് സുഗന്ധി എന്ന് പറയുന്നത്. അതിന്റെ പ്രൊപ്പഗേഷൻ എന്ന് പറയുന്നത് മോസ്റ്റ്ലി സീഡ്സ് വഴിയാണ്. പിന്നെ നമുക്ക് സീഡ്സ് വഴി അത് പ്രൊപ്പഗേറ്റ് ചെയ്യാം. ഇപ്പൊ എല്ലാ മെഡിസിനൽ പ്ലാന്റ്സ് വരുമ്പോഴത്തേക്കും അതിന്റെ കോമൺ നെയിം, സയന്റിഫിക് നെയിം, അത് എന്ത് വഴി പ്രൊപ്പഗേറ്റ് ചെയ്യുന്നു, അതിന്റെ വെറൈറ്റീസ്, അതുപോലെ തന്നെ അതിന്റെ ഏത് പാർട്ടാണ് അതിന്റെ നമ്മുടെ മെഡിസിനൽ പ്രോപ്പർട്ടി. ഇതൊരു ടേബിളായിട്ട് തന്നെ പഠിച്ചു വെക്കാമെങ്കിൽ, മെഡിസിനൽ പ്ലാന്റ്സിന്റെ ഒരു ടേബിളായിട്ട് തന്നെ നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് വെക്കാമെങ്കിൽ മെഡിസിനൽ പ്ലാന്റ്സിന്റെ ഏരിയയിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് ഏകദേശം നമുക്ക് ആൻസർ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ ഇതിനകത്ത് ഏതാണ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ചൂസ് ദ ഇൻകറക്റ്റ് പെയർ. ഇതിനകത്ത് ഏതാണ് മിസ്മാച്ച് ആയിട്ട് കൊടുത്തിരിക്കുന്നത്, ഇൻകറക്റ്റ് പെയർ ആയിട്ടുള്ളത്?
ഓപ്ഷൻ സി പറയുന്നുണ്ട്, ദാറ്റ് ഇസ് നീലാമരി. നീലാമരിയുടെ സയന്റിഫിക് നെയിം കേംബിഫെറ റോട്ടുണ്ട എന്നല്ല എന്നാണ് പറയുന്നത്. അപ്പൊ എന്താണ് നീലാമരിയുടെ സയന്റിഫിക് നെയിം? ഇൻഡിഗോഫെറ ടിങ്ക്റ്റോറിയ. യെസ്, കറക്റ്റ് ആണ്, ഇൻഡിഗോഫെറ ടിങ്ക്റ്റോറിയ ആണ്. അപ്പം കേംബിഫെറ റോട്ടുണ്ട എന്ന് പറയുന്നത് എന്താ? ചെങ്ങഴിനീർ കിഴങ്ങ്. ചെങ്ങഴിനീർ കിഴങ്ങാണ് കേംബിഫെറ റോട്ടുണ്ട എന്ന് പറയുന്നത്. അപ്പം ഈ കേംബിഫെറ റോട്ടുണ്ട നമ്മൾ നേരത്തെ പറഞ്ഞ കച്ചോലം, കേംബിഫെറ ഗരങ്ക, ഇതിന്റെ എല്ലാം പ്രൊപ്പഗേറ്റിംഗ് മെറ്റീരിയൽ എന്തായിരിക്കും? എന്താണ്? റൈസോം ആണ് ഇതിന്റെയൊക്കെ പ്രൊപ്പഗേറ്റിംഗ് മെറ്റീരിയൽ. അതുകൂടി ഓർത്തിരിക്കുക. ബാക്കി എല്ലാം മാച്ച് ചെയ്തിരിക്കുന്ന കറക്റ്റ് ആണ്. കച്ചോലം നമ്മൾ നേരത്തെ കണ്ടു, ചെത്തിക്കൊടുവേലി, പ്ലംബാഗോ റോസിയം, ദെൻ വെറ്റിവർ, ക്രൈസോപോഗൻ, സിസാനിയോയിഡസ്. ഇത്രയുമാണ് ബാക്കിയുള്ള മെഡിസിനൽ പ്ലാന്റ്സ്. അത് കറക്റ്റ് ആയിട്ട് തന്നെ മാച്ച് ചെയ്തിരിക്കുന്നത്. അടുത്തത് ചൂസ് ദ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഫ്രം ദ ഫോളോയിങ്. ഈ താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിന്ന് ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് കണ്ടുപിടിക്കുക. വായിച്ചു നോക്കിക്കേ. Whole or split rhizomes with at least one healthy sprout is the planting material in Kacholam. Sugandhi is the improved variety of lemongrass recommended for cultivation. Palma rosa can be propagated by seeds and rhizome. Acne is a variety of Chettikudveli. ഏത് സ്റ്റേറ്റ്മെന്റ് ആണ്? ഓപ്ഷൻ സി പറയുന്നുണ്ട്, പാമ റോസ ക്യാൻ ബി പ്രൊപ്പഗേറ്റഡ് ബൈ സീഡ്സ് എന്നുള്ളത്. സീഡ്സ് ആൻഡ് റൈസോംസ് ഇതിന് തെറ്റെന്നാണ് പറയുന്നത്. നമുക്ക് നോക്കാം. യെസ്, ആൻസർ കറക്റ്റ് ആണ്. അപ്പൊ എന്താണ്, എന്തുകൊണ്ട് ആ സ്റ്റേറ്റ്മെന്റ് ഒന്ന് തിരുത്തി പറഞ്ഞേ? പാമാറോസ എങ്ങനെ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്? സീഡ്സ് ആൻഡ് സ്ലിപ്സ്. യെസ്, കറക്റ്റ്. സീഡ്സ് ആൻഡ് സ്ലിപ്സ് വഴിയാണ് പാമാറോസ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ആ സ്റ്റേറ്റ്മെന്റ് തിരിച്ചത്. ബാക്കിയെല്ലാം കറക്റ്റ് ആണ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെ റൈസോം ആണ് കച്ചോലത്തിന്റെ പ്രൊപ്പഗേറ്റിംഗ് മെറ്റീരിയൽ എന്ന് പറഞ്ഞു. സുഗന്ധി ഈസ് എ വെറൈറ്റി ഓഫ് ലെമൺ ഗ്രാസ്. അത് നമ്മളൊരു ക്വസ്റ്റിന് കണ്ടതാണ്. ചെത്തിക്കൊടുവേലിയുടെ ഒരു വെറൈറ്റി ആണ് അഗ്നി എന്ന് പറയുന്നത്. ആക്ച്വലി ചെത്തിക്കൊടുവേലിയുടെ ഒരു വെറൈറ്റിയാണ്. അഗ്നി കൂടാതെ ഒരു വെറൈറ്റി കൂടി ഉണ്ട്. വേറെ ഒരു വെറൈറ്റി അറിയാമോ? മൃദുല. അഗ്നി, മൃദുല. പിന്നെ പുതുതായിട്ട് റിലീസ് ചെയ്ത് KAU സ്വാതി എന്നൊരു വെറൈറ്റി വരുന്നുണ്ട്. നമുക്കത് വരുന്ന ക്വസ്റ്റ്യൻസിൽ ഡിസ്കസ് ചെയ്യാം. അപ്പൊ ഇത്രയുമാണ് ഈ സ്റ്റേറ്റ്മെന്റ്. ഓക്കെ, മനസ്സിലായല്ലോ. അടുത്തത്, വിച്ച് ഇസ് ദ കെമിക്കൽ പ്രസന്റ് ഇൻ റൂട്ട്സ് ഓഫ് ചെത്തിക്കൊടുവേലി ദാറ്റ് ഇസ് റെസ്പോൺസിബിൾ ഫോർ ദ തെറാപ്പറ്റിക് ആക്ഷൻ ഓഫ് ദ ഡ്രഗ്. ചെത്തിക്കൊടുവേലിയുടെ റൂട്ട്സിൽ പ്രസന്റ് ആയിരിക്കുന്ന കെമിക്കൽ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അസാഡിറക്റ്റിൻ ആണോ, പ്ലംബാജിൻ ആണോ, ലൈക്കോപ്പീൻ ആൻഡ് നൺ ഓഫ് ദീസ്. ഏതാണ്? പ്ലംബാജിൻ എന്ന് പറയുന്നുണ്ട്. പ്ലംബാജിൻ. ഓപ്ഷൻ ബി പ്ലംബാജിൻ. യെസ്, റൈറ്റ് ആൻസർ. കാരണം എന്താണ്, ചെത്തിക്കൊടുവേലിയുടെ സയന്റിഫിക് നെയിം എന്തായിരുന്നു? പ്ലംബാഗോ റോസിയസ്. പ്ലംബാജിൻ. അസാഡിറക്റ്റിൻ എവിടെയാണ് കാണപ്പെടുന്നത്? അടുത്തത്, നീലഭൃംഗാദി ഈസ് പ്രിപ്പയർഡ് ഫ്രം വിച്ച് മെഡിസിനൽ പ്ലാന്റ്? നീലഭൃംഗാദി വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു പ്രിപ്പറേഷൻ ആണ്. അത് ദാറ്റ് ഈസ് പ്രിപ്പയർഡ് ഫ്രം ഏത് മെഡിസിനൽ പ്ലാന്റിൽ നിന്നാണ്? കുർക്കുമ അരോമാറ്റിക് ആണ്, കുർക്കുമ ലോങ്, ഇൻഡിഗോഫെറ ടിങ്ക്റ്റോറിയ, നൺ ഓഫ് ദീസ്. ഏതാണ്? ഓപ്ഷൻ സി ഇൻഡിഗോഫെറ ടിങ്ക്റ്റോറിയ. അതിന്റെ കോമൺ നെയിം എന്തായിരുന്നു? നീലമരി. എല്ലാവർക്കും ഒരേ നീലഭൃംഗാദി എന്ന് പറയുന്നത് ഫേമസ് ആയിട്ടുള്ള ഹെയർ ടോണിക് ആയിട്ടുള്ള നീലഭൃംഗാദി ദാറ്റ് ഇസ് പ്രിപ്പയർഡ് ഫ്രം നീലമരി ദാറ്റ് ഇസ് ഇൻഡിഗോഫെറ ടിങ്ക്റ്റോറിയ. കുർക്കുമ അരോമാറ്റിക് ആൻഡ് കുർക്കുമ ലോങ് എന്തായിരുന്നു അത്? കുർക്കുമ ലോങ് എന്തായിരുന്നു? കുർക്കുമ അരോമാറ്റിക് എന്തായിരുന്നു? കുർക്കുമ അരോമാറ്റിക് എന്ന് പറയുന്നത് കുർക്കുമ അരോമാറ്റിക്, കസ്തൂരി മഞ്ഞൾ. കുർക്കുമ ലോങ് എന്ന് പറയുന്നത് നമ്മുടെ നോർമൽ ടർമറിക്. അത് അറിഞ്ഞിരിക്കുക. ഇത് നമുക്ക് ക്വസ്റ്റ്യൻസിൽ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ. അടുത്തത്, കേംബിഫെറ റോട്ടുണ്ട ദാറ്റ് ഈസ് പ്രൊപ്പഗേറ്റഡ് ത്രൂ. എന്തുവഴി പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്? റൈസോംസ് വഴിയാണ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്. എന്താ അതിന്റെ മലയാളം നെയിം, കോമൺ നെയിം എന്തായിരുന്നു കേംബിഫെറ റോട്ടുണ്ട എന്ന് പറയുന്നത്? ചെങ്ങഴിനീർ കിഴങ്ങ്. യെസ്, റൈറ്റ്. ചെങ്ങഴിനീർ കിഴങ്ങാണ് കേംബിഫെറ റോട്ടുണ്ട എന്ന് പറയുന്നത്. അടുത്തത്, വാട്ട് ഈസ് ദ റെക്കമെൻഡഡ് ഫെർട്ടിലൈസർ ഡോസ് ഫോർ കസ്തൂരി മഞ്ഞൾ? മെഡിസിനൽ പ്ലാന്റ്സിനകത്ത് നമുക്ക് ഫെർട്ടിലൈസർ റെക്കമെൻഡേഷൻ പൊതുവെ അങ്ങനെ ക്വസ്റ്റ്യൻസിൽ അധികം കണ്ടിട്ടില്ല. കോമൺ ആയിട്ടുള്ള നമ്മുടെ കസ്തൂരി മഞ്ഞൾ പോലുള്ളതൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കാം. കസ്തൂരി മഞ്ഞളിന്റെ റെക്കമെൻഡഡ് ഡോസ് ഓഫ് ഫെർട്ടിലൈസേഴ്സ് എത്രയാണ്? ഓപ്ഷൻ ഡി പറയുന്നത് 100-50-50 NPK പറയുന്നുണ്ട്. നമുക്ക് നോക്കാം. യെസ്, ആൻസർ ഓപ്ഷൻ ഡി കറക്റ്റ് ആണ്. 100-50-50 NPK പെർ ഹെക്ടർ ആണ്
കസ്തൂരി മഞ്ഞളിന്റെ ഫെർട്ടിലൈസർ ഡോസ്. അടുത്തത് വാട്ട് ഈസ് ദ ബൊട്ടാണിക്കൽ നെയിം ഓഫ് ചിറ്റരത്ത? ചിറ്റരത്തയുടെ ബൊട്ടാണിക്കൽ നെയിം, സയന്റിഫിക് നെയിം എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ്? ആൽപീനിയ കാൽക്കരേറ്റ എന്ന് പറയുന്നത്. ആൽപീനിയ കാൽക്കരേറ്റ. നമുക്ക് ആൻസർ നോക്കാം. യെസ്, ആൻസർ ആൽപീനിയ കാൽക്കരേറ്റ ആണ്. ബാക്കി ഓപ്ഷൻസ് നോക്കിയേ. സെറാക്ക, അശോക, അത് പേരിൽ തന്നെയുണ്ട്, അശോക. കുർക്കുലിഗോ ഓർക്കിയോയിഡസ്, ദാറ്റ് ഇസ് നിലപ്പന. നിലപ്പനയുടെ സയന്റിഫിക് നെയിമാണ് കുർക്കുലിഗോ ഓർക്കിയോയിഡസ് എന്ന് പറയുന്നത്. അപ്പം കോമൺ നെയിം, സയന്റിഫിക് നെയിം മസ്റ്റ് ആയിട്ട് പറഞ്ഞിരിക്കുക. ചിറ്റരത്ത ആൽപീനിയ കാൽക്കരേറ്റ. ആൽപീനിയ കാൽക്കരേറ്റ, ചിറ്റരത്ത. ഓക്കെ. അടുത്തത് വിച്ച് ഓഫ് ദ ഫോളോയിങ് മെഡിസിനൽ പ്ലാന്റ് ഈസ് നോട്ട് പ്രൊപ്പഗേറ്റഡ് ബൈ റൈസോംസ്? ഈ കൊടുത്തിരിക്കുന്നവയിൽ റൈസോംസ് വഴി പ്രൊപ്പഗേറ്റ് ചെയ്യാത്തത് ഏതാണ്? ഏതാണ്? ചെത്തിക്കൊടുവേലിയാണോ പറഞ്ഞത്? ഏതാണ് ആൻസർ എന്ന് പറയുന്നത്? സി പറയുന്നുണ്ട്. ചെത്തിക്കൊടുവേലി പറയുന്നുണ്ട്. നമുക്ക് ആൻസർ നോക്കാം. യെസ്, ആൻസർ ചെത്തിക്കൊടുവേലിയാണ്. അതെങ്ങനെ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്? സിംഗിൾ അല്ലെങ്കിൽ ഡബിൾ ഓർ ത്രീനോട് സെമി ഹാർഡ്വുഡ് സ്റ്റെം കട്ടിങ്സ്. ചെത്തിക്കൊടുവേലിയുടെ കട്ടിങ്സ് ആണ് നമ്മൾ പ്രൊപ്പഗേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നത്. ബാക്കി കസ്തൂരി മഞ്ഞൾ, ചിറ്റരത്ത, ആൽപീനിയ കാൽക്കരേറ്റ, ചെങ്ങഴുനീർ കിഴങ്ങ്, ഇതെല്ലാം തന്നെ റൈസോംസ് വഴിയാണ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്. ഓക്കെ. അടുത്തത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ വെറൈറ്റി ഓഫ് അടപതിയൻ? അടപതിയന്റെ വെറൈറ്റി ഇതിനകത്ത് കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ്? അഗ്നി, മൃദുല, ജീവ, ഓൾ ഓഫ് ദം. ഏതാണ്? ജീവ എന്ന് പറയുന്നുണ്ട്. ഓപ്ഷൻ സി. യെസ്, ഓപ്ഷൻ സി, ജീവയാണ് അടപതിയന്റെ വെറൈറ്റി. അഗ്നി, മൃദുല എന്തിന്റെ വെറൈറ്റി ആയിരുന്നു? അഗ്നി, മൃദുല ഇസ് വെറൈറ്റീസ് ഓഫ് എന്തിന്റെ ആയിരുന്നു? ചെത്തിക്കൊടുവേലി. അഗ്നി, മൃദുല ചെത്തിക്കൊടുവേലിയുടെ വെറൈറ്റിയാണ്. അത് ക്വസ്റ്റ്യൻസിലൊക്കെ വന്നിട്ടുള്ള ഏരിയ ആണ്, അത് മിസ് ചെയ്യരുത്. അടുത്തത് അടപതിയൻ ഈസ് പ്രൊപ്പഗേറ്റഡ് ബൈ മീൻസ്. അടപതിയൻ എങ്ങനെ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്? സീഡ്സ് ആണോ, സ്റ്റെം കട്ടിങ്സ് ആണോ, ട്യൂബേഴ്സ് ആണോ, ബോത്ത് എ ആൻഡ് ബി ആണോ? ബോത്ത് എ ആൻഡ് ബി എന്ന് പറയുന്നുണ്ട്. ദാറ്റ് ഈസ് സീഡ്സും സ്റ്റെം കട്ടിങ്സും വഴിയാണ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നതാണ് പറയുന്നത്. യെസ്, കറക്റ്റ് ആണ്. അടപതിയിൽ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് പ്രൊപ്പഗേറ്റഡ് വെജിറ്റേറ്റീവ്ലി ബൈ സ്റ്റെം കട്ടിങ്സ്. ഓൾസോ എന്താണ്, സീഡ് പ്രൊപ്പഗേഷനും ചെയ്യാറുണ്ട്. ഓക്കെ. നെക്സ്റ്റ് ഈസ് വിച്ച് ഓഫ് ദ ഫോളോയിങ് മെഡിസിനൽ പ്ലാന്റ് ഹാവിംഗ് ഇൻസെക്ടിസൈഡൽ പ്രോപ്പർട്ടി? അത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇൻസെക്ടിസൈഡൽ പ്രോപ്പർട്ടി ഉള്ള മെഡിസിനൽ പ്ലാന്റ് ഏതാണ് ഈ കൊടുത്തിരിക്കുന്നത്? അശോകമാണോ, നീമാണോ, പതിമുഖമാണോ, നൺ ഓഫ് ദീസ് ആണോ? ഏതാണ്? നീം. ഓപ്ഷൻ ബി, നീം. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന സംഭവമാണ്. നമ്മുടെ നീം ഓയിൽ, ഗാർലിക് ഇമൽഷന്, നീം കേണൽ, നീം സീഡ് കേണൽ എക്സ്ട്രാക്ട്, അങ്ങനെ നമ്മൾ ഒരുപാട് ഫോർമുലേഷൻ പ്രിപ്പറേഷൻസ് പഠിച്ചിട്ടുള്ളതാണ്. നീം വിച്ച് ഇസ് ഹാവിംഗ് ഇൻസെക്ടിസൈഡൽ പ്രോപ്പർട്ടി. ഓക്കെ, അപ്പൊ അത് കറക്റ്റ് ആണ്. അടുത്തത് വാട്ട് ഇസ് ദ എക്കണോമിക് പാർട്ട് ഓഫ് പതിമുഖം? പതിമുഖത്തിന്റെ ഏത് ഭാഗമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? ഹേർഡ് വുഡ് ആണോ, റൂട്ട് ആണോ, ലീവ്സ് ആണോ, ഫ്ലവേഴ്സ് ആണോ? പതിമുഖത്തിന്റെ ഏത് ഭാഗമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? ഹേർട്ട് വുഡ് എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. നമ്മൾ വെള്ളം തിളപ്പിക്കാനൊക്കെ എടുക്കുന്നതാണ്. എന്താണ്? ഹേർട്ട് വുഡ് ആണ് നമ്മൾ പതിമുഖത്തിന്റെ എക്കണോമിക് പാർട്ടായിട്ട് അല്ലെങ്കിൽ മെഡിസിനൽ പ്രോപ്പർട്ടി വരുന്ന പാർട്ടായിട്ട് നമ്മൾ ഉപയോഗിക്കും. അടുത്തതും വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഓർ ആർ ദ വെറൈറ്റീസ് ഓഫ് ചിറ്റാടലോടകം? ചിറ്റാടലോടകം, അടത്തോട ബെഡോമി എന്നാണ് സയന്റിഫിക് നെയിം. ചിറ്റാടലോടകത്തിന്റെ വെറൈറ്റീസ് ഏതൊക്കെയാണ്? വിശ്വമാണോ, വാസുകിയാണോ, അജഗന്ധിയാണോ, ബോത്ത് ബി ആൻഡ് സി ആണോ? ബി ആൻഡ് സി എന്ന് പറയുന്നുണ്ട്. സ്വാസിക, അജഗന്ധി എന്ന് പറയുന്നുണ്ട്. യെസ്, ആൻസർ കറക്റ്റ് ആണ്. ബോത്ത് ബി ആൻഡ് സി ആണ്. രണ്ടും തന്നെയും ചിറ്റാടലോടകത്തിന്റെ വെറൈറ്റീസ് ആണ്. ഓപ്ഷൻ എയിൽ പറഞ്ഞിരിക്കുന്നത് വിശ്വം എന്ന് പറയുന്നത് എന്തിന്റെ വെറൈറ്റി ആണ്? വിശ്വം എന്തിന്റെ വെറൈറ്റി ആയിരുന്നു? യെസ്, ആൻസർ കറക്റ്റ് ആണ്. തിപ്പലിയുടെ വെറൈറ്റി. ഇത് നമുക്ക് 2 എക്സാമിന് ആവർത്തിച്ച് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. തിപ്പലിയുടെ വെറൈറ്റി. ഒന്ന് നമുക്ക് തിപ്പലി തന്നെ ചോദിച്ചു, ഒന്ന് പൈപ്പർ ലോങ്ങത്തിന്റെ വെറൈറ്റി, അല്ലെങ്കിൽ ലോങ് പെപ്പർ. ഇങ്ങനെ പല രീതിയിൽ ഒരുപാട് തവണ നമുക്ക് ക്വസ്റ്റ്യൻസ് 2-3 തവണ മറ്റേ ക്വസ്റ്റ്യൻസിൽ വന്നിട്ടുണ്ട് വിശ്വം. ഓക്കെ, ദാറ്റ് ഇസ് എ വെറൈറ്റി ഓഫ് തിപ്പലി. അത് ഓർത്തിരിക്കാം. അടുത്തത് വിറ്റെക്സ് നിഘണ്ടു ഈസ് എ സയന്റിഫിക് നെയിം ഓഫ്. എന്തിന്റെ സയന്റിഫിക് നെയിം ആണ് വിറ്റെക്സ് നിഘണ്ടു? തുളസിയാണോ, അരോ റൂട്ട്, കറ്റാർ വാഴ? കരിനുച്ചി എന്ന് പറയുന്നുണ്ട്. നമുക്ക് ആൻസർ നോക്കാം. യെസ്, ആൻസർ കരിനുച്ചിയുടെ സയന്റിഫിക് നെയിം ആണ് വിറ്റെക്സ് നിഘണ്ടു എന്ന് പറയുന്നത്. ബാക്കി കറ്റാർ വാഴയുടെ സയന്റിഫിക് നെയിം എന്താ?
കറ്റാർവാഴയുടെ സയന്റിഫിക് നെയിം അലോവേറ. അലോവേര. അതിന്റെ സയന്റിഫിക് നെയിം തന്നെയാണ് പറയുന്നത് അലോവേര. അടുത്തത് തുളസി. തുളസിയുടെ സയന്റിഫിക് നെയിം എന്താണ്? ഒസിമം. ഒസിമം ട്യൂനിഫ്ലോറം നമുക്ക് POP കൊടുത്തിട്ടുണ്ട്. ഒസിമം സാങ്ക്ടം എന്ന് പറയാം. രണ്ടും തുളസി തന്നെയാണ്. ആരോ റൂട്ടോ? മെറൻഡ അറൻഡിനേസിയ. മെറൻഡ അറൻഡിനേസിയ, ദാറ്റ് ഇസ് ആരോ റൂട്ട്. ആരോ റൂട്ടും എങ്ങനെയാ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്? ആരോ റൂട്ട് നമ്മുടെ കൂവക്കിഴങ്ങ്, അതെങ്ങനെയാണ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്? റൈസോംസ്. അതും റൈസോംസ് വഴിയാണ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്. ഓക്കെ. അടുത്തത് ചൂസ് ദ ഇൻകറക്റ്റ് പെയർ. ഓക്കെ, നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇതിനകത്തുണ്ട്. ഇതിനകത്തും ഈ പറഞ്ഞ പോലെ തന്നെ കോമൺ നെയിമും സയന്റിഫിക് നെയിമും കൊടുത്തിരിക്കുന്നതിനകത്ത് തെറ്റിച്ചു കൊടുത്തിരിക്കുന്നത് ഏതാണ്? ഓപ്ഷൻ സി പറയുന്നത് കറ്റാർവാഴ. കറ്റാർവാഴ നമ്മൾ പറഞ്ഞതാണ്. കറ്റാർവാഴയുടെ സയന്റിഫിക് നെയിം എന്താണ്? എന്തായിരുന്നു? അലോവേര. ബാക്കി ദന്തപാല. ദന്തപാല വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു മെഡിസിനൽ പ്രോപ്പർട്ടി ഉള്ളതാണ്. ദാറ്റ് ഇസ് റൈറ്റിയ ടിങ്ക്ടോറിയ എന്നാണ്. റൈറ്റിയ ടിങ്ക്ടോറിയ ദന്തപാല. ആരോ റൂട്ട് കൂവക്കിഴങ്ങ് എന്ന് പറഞ്ഞു. മെറൻജ ഒറന്റിനേസിയ. കറ്റാർവാഴ അലോവേര. ഓക്കെ. Then അലോവേര ഈസ് പ്രൊപ്പഗേറ്റഡ് ബൈ. അലോവേര എങ്ങനെ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്? നമ്മൾ കറ്റാർവാഴ എങ്ങനെ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്? സക്കേഴ്സ് എന്ന് പറയുന്നത്. സക്കേഴ്സ്, സ്റ്റെം കട്ടിങ്സ്, ലീഫ് ബഡ് കട്ടിങ്സ്. അലോവേര ഈസ് പ്രൊപ്പഗേറ്റഡ് ബൈ സക്കേഴ്സ്. അതിന്റെ സക്കേഴ്സ് കറ്റാർവാഴ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്. ഓക്കെ. അടുത്തത് വിച്ച് ഓഫ് ദ ഫോളോയിങ് മെഡിസിനൽ പ്ലാന്റ് ഈസ് എഫക്റ്റീവ് ഫോർ ദ ട്രീറ്റ്മെന്റ് ഓഫ് സോറിയാസിസ്? സ്കിൻ കണ്ടീഷൻ ആയിട്ടുള്ള സോറിയാസിന്റെ ട്രീറ്റ്മെന്റ് എഫക്റ്റീവ് ആയിട്ടുള്ള മെഡിസിനൽ പ്ലാന്റ് കറ്റാർവാഴയാണോ, ദന്തപാലയാണോ, ബ്രഹ്മിയാണോ, ഓൾ ഓഫ് ദീസ് ആണോ? ദന്തപാല. അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. സോറിയാസിന്റെ ട്രീറ്റ്മെന്റിന് റൈറ്റിയ ടിങ്ക്ടോറിയ അല്ലെങ്കിൽ ദന്തപാല ദന്തപാല അതിന്റെ ഓയിൽ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ. അതിന്റെ പ്രൊപ്പഗേഷൻ എന്ന് പറയുന്നത് ത്രൂ സീഡ്സ് ആണ്. ദന്തപാല ഓയിൽ ഈ പറയുന്ന ലീവ്സിൽ നിന്നാണ് ദന്തപാല ഓയിൽ പ്രിപ്പയർ ചെയ്തെടുക്കുന്നത്. അത് സോറിയാസിന് എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു മെഡിസിൻ ആണ്. അടുത്ത രണ്ട് സ്റ്റേറ്റ്മെന്റ്സ് ആണ്. ഈ സ്റ്റേറ്റ്മെന്റ്സ് വായിച്ച് നോക്കിയിട്ട് ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് തെറ്റ്, രണ്ടും ശരിയാണോ രണ്ടും തെറ്റാണോ? ഏതാണ് രണ്ട് സ്റ്റേറ്റ്മെന്റ്സ് ഒന്ന് വായിച്ചു നോക്കിയത്? ഒന്ന് ഫാൾസ്, രണ്ട് ട്രൂ. ഓപ്ഷൻ സി പറയുന്നത്. എല്ലാവരും അത് തന്നെയാണോ പറയുന്നത്? അത് തന്നെയാണോ എല്ലാവരും പറയുന്നത്? നമുക്ക് ആൻസർ നോക്കാം. ആൻസർ കറക്റ്റ് ആണ്. ചിറ്റരത ഈസ് എ പെരിനിയൽ ഗ്രാസ് കോമൺലി നോൺ ആസ് ഖസ് എന്നാണ് പറയുന്നത്. പിന്നെ ഏത് ക്രോപ്പിനെയാണ് നമ്മൾ ഖസ് എന്ന് പറയുന്നത്? വെറ്റിവർ. വെറ്റിവറിനെ തന്നെയാണ് നമ്മൾ ഖസ് എന്ന് പറയുന്നത്. വെറ്റിവർ ഇസ് എ പെരിനിയൽ ഗ്രാസ് കോമൺലി നോൺ ആസ് ഖസ് ആൻഡ് എസെൻഷ്യൽ ഓയിൽ. അതിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്യുന്ന വെറ്റിവറിന്റെ റൂട്ട്സിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്യുന്ന എസെൻഷ്യൽ ഓയിലിനെ നമ്മൾ ഖസ്ഖസ് ഓയിൽ എന്നാണ് പറയുന്നത്. ഖസ് എന്ന് പറയുന്നത് വെറ്റിവറിനെയാണ്. അതിന്റെ ഓയിലിന് ഖസ്ഖസ് ഓയിൽ എന്ന് പറയുന്നത്. ഓക്കെ. അപ്പം ഓപ്ഷൻ എന്താണ്? ഓപ്ഷൻ സി, ദാറ്റ് ഇസ് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഫാൾസ് ആണ്. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. 1 false and 2 true. That is option C. ആണോ? ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്, രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. ഓക്കെ. അടുത്തത് വെറ്റിവർ ഈസ് പ്രൊപ്പഗേറ്റഡ് ത്രൂ. അതായത് രാമച്ചൻ, വെറ്റിവർ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? റൂട്ട്സ് വഴിയാണോ, സ്ലിപ്സ് ആണോ, ടിഷ്യൂ കൾച്ചർ മെത്തേഡ്സ് ആണോ, അല്ലെങ്കിൽ ട്യൂബർ വഴിയാണോ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്? സ്ലിപ്സ് എന്ന് പറയുന്നുണ്ട്. നമുക്ക് ആൻസർ നോക്കാം. യെസ്, ആൻസർ വെറ്റിവർ. സ്ലിപ്സ് വഴിയാണ് വെറ്റിവർ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്. അടുത്തത് വിച്ച് ഓഫ് ദ ഫോളോയിങ് മെഡിസിനൽ പ്ലാന്റ് ഈസ് നോൺ ആസ് ബ്ലാക്ക് മുസ്ലി? ബ്ലാക്ക് മുസ്ലി എന്നറിയപ്പെടുന്നത് ഏതിനെയാണ്? ചിറ്റരത്തെയാണോ, കരിനുച്ചിയാണോ, നിലപ്പനയാണോ? ഏതിനെയാണ് അറിയപ്പെടുന്നത്? നിലപ്പന എന്ന് പറയുന്നത്. നിലപ്പനയുടെ സയന്റിഫിക് നെയിം എന്തായിരുന്നു? കുർക്കുലിഗോ ഓർക്കിയോയിഡസ്. കുർക്കുലിഗോ ഓർക്കിയോയിഡസ്. ബ്ലാക്ക് മുസ്ലി എന്നറിയപ്പെടുന്നതാണ് നിലപ്പന. കറക്റ്റ് ആണ്. നിലപ്പന നമുക്ക് ദശപുഷ്പങ്ങളിൽ 10 പുഷ്പങ്ങളുണ്ട്. ദശപുഷ്പങ്ങൾ നമുക്ക് ലാസ്റ്റ് എന്തൊക്കെയാണ് ദശപുഷ്പങ്ങൾ വരുന്നത് ജസ്റ്റ് ഒന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ദശപുഷ്പങ്ങളിൽ വരുന്ന ഒരു മെഡിസിനൽ പ്ലാന്റ് ആണ് നിലപ്പന അല്ലെങ്കിൽ
ബ്ലാക്ക് ക്വിസ്ലി എന്നറിയപ്പെടുന്നത്. ഓക്കെ, ദാറ്റ് ഈസ് കുർക്കുലിഗോ ഓർക്യൂഡസ്. അതിന്റെ റൈസോമാണ് എക്കണോമിക് പാർട്ടായിട്ട് ഉപയോഗിക്കുന്നത്. എന്താ പറയാ, റൈസോമാണ് പ്രൊപ്പഗേറ്റിംഗ് മെറ്റീരിയൽ. അടുത്തത് ചൂസ് ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് അബൌട്ട് ദ മെഡിസിനൽ പ്ലാന്റ് ജീവകം. ജീവകത്തിന്റെ സയന്റിഫിക് നെയിം എന്താണ്? ജീവകത്തെ പറ്റിയിട്ടുള്ള കുറച്ച് സ്റ്റേറ്റ്മെന്റ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. അത് വായിച്ചു നോക്കുക. വായിച്ചു നോക്കിയിട്ട് ഏതൊക്കെയാണ് കറക്റ്റ് ആയിട്ടുള്ളത് പറഞ്ഞു. all of the above. ഓൾ ഓഫ് ദ എബവ് പറയുന്നുണ്ട്. നമുക്ക് ആൻസർ നോക്കാം. യെസ്, ആൻസർ കറക്റ്റ് ആണ്. ദാറ്റ് ഈസ് ജീവകം എന്ന് പറയുന്നത് മെഡിസിനൽ ഓർക്കിഡ് വെറൈറ്റി ഓർക്കിഡ് ആണ്. വൈഡ്ലി യൂസ്ഡ് ഇൻ ആയുർവേദം. ഒരുപാട് ആയുർവേദിക് പ്രിപ്പറേഷൻ, നമ്മൾ ചവനപ്രാശം എന്ന് പറയുന്നത്, അതുപോലെ പല പല കഷായങ്ങളിൽ അതിനകത്തൊക്കെ അടങ്ങിയിട്ടുള്ള ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരുപാട് മെഡിസിനൽ പ്രിപ്പറേഷൻസിൽ വരുന്ന ഒരു മെഡിസിനൽ പ്ലാന്റ്, ദാറ്റ് ഈസ് ജീവകം. ഇറ്റ് ഈസ് എ മെഡിസിനൽ ഓർക്കിഡ് വൈഡ്ലി യൂസ്ഡ് ഇൻ ആയുർവേദ. ഇറ്റ് ഈസ് അവൈലബിൾ ഇൻ ദ മാർക്കറ്റ് ഇൻ 2 ഫോംസ്, ജീവകം ആൻഡ് ഇടവകം. അങ്ങനെ 2 രീതിയിലാണ്. അസ്തവർഗ എന്ന് പറയുന്ന ഒരു വിഭാഗത്തിലാണ് ഇത് പെടുന്നത്. അപ്പം ഈ ജീവകം ആൻഡ് ഇടവകം എന്ന് പറയുന്ന 2 രീതിയിലാണ് അവൈലബിൾ ആയിട്ടുള്ളതും. ജീവകം ബിലോങ്സ് ടു അസ്തവർഗ ഗ്രൂപ്പ് ഓഫ് ഡ്രഗ്സ് മെൻഷൻഡ് ഇൻ ആയുർവേദ. അപ്പൊ എല്ലാ സ്റ്റേറ്റ്മെന്റ്സും കറക്റ്റ് ആണ്. ഈ ജീവകത്തെ പറ്റി ബേസിക് ആയിട്ട് അറിയേണ്ട കാര്യം ഇത്രയൊക്കെയാണ്. അത് 3 നമ്മുടെ ഈ ക്വസ്റ്റിനിൽ സ്റ്റേറ്റ്മെന്റ് ആയിട്ടുണ്ട്. സോ ഓൾ ഓഫ് ദ എബവ് ദ ആൻസർ. ഓക്കെ, അടുത്തത് ജീവകം ഈസ് പ്രൊപ്പഗേറ്റഡ് ബൈ. ഇതെങ്ങനെയാണ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്? ടെർമിനൽ കട്ടിങ്സ് എടുത്തിട്ടാണോ? സ്യൂഡോ ബൾബിൾസ് ആണോ? ബൾബ് ആണോ? അല്ലെങ്കിൽ ഫോമൽസ് ആണോ? സ്യൂഡോ ബൾബിൾസ്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ട് മെഡിസിനൽ ഓർക്കിഡ്. സോ സ്യൂഡോ ബൾബിൾസ് വഴിയാണ് ജീവകം പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അടുത്തത് റീഡ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ഫോർ തിപ്പലി. തിപ്പലിയെ പറ്റിയിട്ടുള്ള കുറച്ച് സ്റ്റേറ്റ്മെന്റ്സ് ആണ്. 4 സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ട്. ഒന്ന് വായിച്ചു നോക്കിയിട്ട് ഏത് ഓപ്ഷനാണ് കറക്റ്റ് ആയിട്ടുള്ളതെന്ന് പറഞ്ഞു. ഓപ്ഷൻ പറഞ്ഞിട്ട് നമുക്ക് അത് ഡിസ്കസ് ചെയ്യാം. ഏത് സ്റ്റേറ്റ്മെന്റ് ആണ്? D. ഓപ്ഷൻ ഡി പറയുന്നത്. ദാറ്റ് ഈസ് 1 and 4 ഫാൾസും 2, 3 ട്രൂ എന്ന് പറയുന്നുണ്ട്. അതാണോ എല്ലാവരും പറയുന്നത്? എന്തുകൊണ്ടാണ് അത് അങ്ങനെ പറയാൻ കാരണം? ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. നമുക്ക് ആൻസർ നോക്കാം. ആൻസർ അത് തന്നെയാണ്, 1, 4 ഫാൾസ്. എന്തുകൊണ്ടാണ്? ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് നോക്കിയും ഇറ്റ് ഈസ് എ മൊണീഷ്യസ് പ്ലാന്റ് വിത്ത് ഫീമെയിൽ ആൻഡ് മെയിൽ സ്പൈക്ക് സീൻ ഇൻ ദ സെയിം പ്ലാന്റ് എന്നാണ് പറയുന്നത്. അതെന്തുകൊണ്ട് തെറ്റിയത്? തിപ്പലി എങ്ങനത്തെയാണ്? ഡൈഷ്യസ് ആണ്. ഡൈഷ്യസ് ആണ്. ഫീമെയിൽ ആൻഡ് മെയിൽ സ്പൈക്സ് ആർ സീൻ സെപ്പറേറ്റ് പ്ലാന്റ്സിലാണ്. രണ്ടാമത്തെ 3ാമത്തെ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. അതിന്റെ മെയിൽ സ്പൈക്സ് എന്ന് പറയുന്നത് വിച്ച് ആർ ലോങ് ആൻഡ് സ്ലെൻഡർ വിത്ത് ഗ്രീൻ കളർ ഡ്യൂറിംഗ് ഇൻമെച്ചർ സ്റ്റേജ് ആൻഡ് യെല്ലോയിഷ് ഡ്യൂറിംഗ് മെച്ചർ സ്റ്റേജ്. ഫീമെയിൽ സ്പൈക്സ് ഷോർട്ട് ആണ്, കുറച്ചും കൂടെ തിക്കർ ആയിരിക്കും, ഗ്രീനിഷ് ആയിരിക്കും ഇൻമെച്ചർ സ്റ്റേജിൽ ആൻഡ് ഡീപ് ബ്ലാക്ക് ഇൻ മെച്ചർ സ്റ്റേജസ്. അടുത്തത് ഡ്രൈഡ് മെച്ചർ മെയിൽ സ്പൈക്സ് ആർ കമേഴ്ഷ്യലി മാർക്കറ്റഡ്. നമ്മൾ കമേഴ്ഷ്യലി മാർക്കറ്റ് ചെയ്യുന്ന എന്തിനാ? ഫീമെയിൽ സ്പൈക്സ് ആർ കമേഴ്ഷ്യലി മാർക്കറ്റഡ്. സോ ഫസ്റ്റ് ആൻഡ് 4 സ്റ്റേറ്റ്മെന്റ് ആണ് ഫാൾസ് ആയിട്ടുള്ളത്. സെക്കൻഡ് ആൻഡ് തേർഡ് സ്റ്റേറ്റ്മെന്റ്സ് ആർ കറക്റ്റ്. ഓക്കെ, സോ ഓപ്ഷൻ ഡി ഈസ് ദ ആൻസർ. അടുത്തത് അസേർഷനും റീസണും ആണ്. വായിച്ചു നോക്കുക. വായിച്ചു നോക്കിയിട്ട് ഏത് ഓപ്ഷൻ ആണ് കറക്റ്റ് എന്ന് പറഞ്ഞു. അസേർഷൻ പറയുന്നത് ആരോ റൂട്ട് ക്യാൻ ബി യൂസ്ഡ് ആസ് ഫുഡ് ഫോർ ഇൻഫൻസ്. എന്താ പറയുക, കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്നതാണ് ആരോ റൂട്ട് എന്ന് പറയുന്നത്. റൈസോംസ് ആർ യൂസ്ഡ് ഫോർ ദ പ്രൊഡക്ഷൻ ഓഫ് സ്റ്റാർച്ച്. റൈസോംസ് യൂസ് ചെയ്തുകൊണ്ടാണ് അത് കൊടുക്കാൻ പറ്റുന്നത് പറയുന്നത്. ഏതാണ്? എ ആണോ പറയുന്നത്? ഹലോ, എ ആണ് എല്ലാവരും പറയുന്നത്. വേറെ എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടോ? ബി പറയുന്നുണ്ട്, എയും പറയുന്നുണ്ട്. ഓക്കെ, നമുക്ക് ഇതിന്റെ ആൻസർ നോക്കാം. ആൻസർ ഇസ് ആക്ച്വലി ഓപ്ഷൻ ബി. ദാറ്റ് ഈസ് ബോത്ത് അസേർഷൻ ആൻഡ് റീസൺ ആർ കറക്റ്റ്. അസേർഷനും കറക്റ്റ് ആണ്, റീസണും കറക്റ്റ് ആണ്. ആരോ റൂട്ട് ക്യാൻ ബി യൂസ്ഡ് ആസ് ഫുഡ് ഫോർ ഇൻഫൻസ്. കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ പറ്റും. റൈസോംസ് ആണ് അതിന്റെ സ്റ്റാർച്ച് പ്രൊഡക്ഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. പക്ഷെ നമ്മൾ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്നവർക്ക് ഈസിലി ഡൈജസ്റ്റബിൾ ആണെങ്കിൽ അതിന്റെ സ്റ്റാർച്ച് ഗ്രെയിൻസ് ആർ സ്മോൾ. ദാറ്റ്സ് വൈ ഇറ്റ് ഇസ് ഈസിലി ഡൈജസ്റ്റബിൾ. ഹെൻസ് ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ എന്താണ്? യൂസ്ഡ് ആസ് ഇൻഫന്റ് ഫുഡ്സ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. സോ നമുക്ക് ഏറ്റവും അപ്രോപ്രിയേറ്റ് ആയിട്ട് പറയാൻ പറ്റുന്നത് ബോത്ത് എ ആൻഡ് ആർ അസേർഷൻ ആൻഡ് റീസൺ ആർ കറക്റ്റ് ആൻഡ് ആർ ഇസ് നോട്ട് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ. നമുക്ക് ആ അസേർഷന്റെ കറക്റ്റ് എക്സ്പ്ലനേഷൻ ആയിട്ട് റൈസോംസ് ഉപയോഗിക്കുന്നത് കൊണ്ടെന്ന് പറയാനായിട്ട് പറ്റത്തില്ല. ആ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്, അതുകൊണ്ടാണ് അത്
അതിന്റെ അസേർഷൻ റീസൺ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പം നമുക്ക് ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് എടുക്കാൻ പറ്റുന്നത്. ക്ലിയർ ആണല്ലോ? ക്ലിയർ ആണോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ക്ലിയർ ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. Arrowroot can be used as food for infants and rhizomes are used for production of cells. രണ്ടും കറക്റ്റ് ആണ്, പക്ഷെ നമുക്ക് അതിന്റെ കറക്റ്റ് എക്സ്പ്ലനേഷൻ ആയിട്ട് പറയാൻ പറ്റില്ല എന്നേ ഉള്ളൂ. അടുത്തത് ഭൂമിക ഈസ് എ വെറൈറ്റി ഓഫ്. ഭൂമിക എന്ന് പറയുന്നത് ഏത് ക്രോപ്പിന്റെ വെറൈറ്റി ആണ്? ആര്യവേപ്പാണോ, ചെത്തിക്കൊടിയേരിയാണോ, വെറ്റിവർ, ലെമൺ ഗ്രാസ്? വെറ്റിവർ എന്ന് പറയുന്നത്. യെസ്, ആൻസർ ഇസ് വെറ്റിവർ. നമുക്ക് പുതിയ POP-യിൽ അത് എടുത്ത് പറയുന്നുണ്ട്. പുതിയ POP-യിൽ ഇൻക്ലൂഡ് ചെയ്താണ്. ഭൂമിക ഈസ് എ വെറൈറ്റി ഓഫ് വെറ്റിവർ. അതായത് രാമച്ചത്തിന്റെ വെറൈറ്റിയാണ് ഭൂമിക എന്ന് പറയുന്നത്. ഓർത്ത് വെക്കാം. അടുത്തത് KU സ്വാതി ഈസ് എ വെറൈറ്റി. അതും പുതിയ POP-യിൽ നമുക്ക് ആഡ് ഓൺ ചെയ്ത വെറൈറ്റിയാണ്. KU സ്വാതി എന്തിന്റെ വെറൈറ്റിയാണ്? ചെത്തിക്കൊടിവേലി. ചെത്തിക്കൊടുവേലി. സയന്റിഫിക് നെയിം എന്തായിരുന്നു? പ്ലംബാഗോറോസി. ചെത്തിക്കൊടുവേലിയുടെ വെറൈറ്റിയാണ് KAU സ്വാതി എന്ന് പറയുന്നത്. ഇത് കൂടാതെ വേറെ 2 വെറൈറ്റി കൂടി ഉണ്ടായിരുന്നു ചെത്തിക്കൊടുവേലിക്ക്. അത് ഏതൊക്കെയായിരുന്നു? മൃദുല. അപ്പം വെറൈറ്റീസ് ഓർത്തിരിക്കുക. ജീവ എന്ന് പറയുന്ന എന്തിന്റെ വെറൈറ്റി ആയിരുന്നു? നേരത്തെ പറഞ്ഞത് ജീവ. ഞാൻ കുറച്ച് വെറൈറ്റീസ് പറയാം. അതിന്റെ മെഡിസിനൽ പ്ലാന്റ്സ് എന്ന് പറഞ്ഞു. ജീവ എന്ന് പറയുന്നത് അടപതിയൻ. അതുപോലെ തന്നെ വിശ്വം എന്ന് പറയുന്നത് തിപ്പലി. സുഗന്ധി എന്ന് പറയുന്നത് ലെമൺ ഗ്രാസ്. ഓക്കെ, അപ്പം അത്യാവശ്യം കുറച്ച് വെറൈറ്റീസ് ബാക്കി. പിന്നെ നമ്മൾ അഗ്നി, മൃദുല, അതൊക്കെ വളരെ കോമൺ ആയിട്ടുള്ളതാണ്. അപ്പൊ ഈ എല്ലാത്തിന്റെയും വെറൈറ്റീസ് ഓർത്തിരിക്കുക. ഭൂമിക നമ്മൾ പറഞ്ഞു, വെറ്റിവറിൽ പുതുതായിട്ട് ആഡ് ചെയ്തതാണ്. അപ്പം എല്ലാ ക്രോപ്പിന്റെയും എല്ലാ മെഡിസിനൽ പ്ലാന്റ്സിന്റെയും വെറൈറ്റീസ് അറിഞ്ഞിരിക്കുക. അതിന്റെ എക്കണോമിക് പാർട്ട് ഏതാണ്? പ്രൊപ്പഗേഷൻ. ഇത്രയും കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കുക. പിന്നെ അതിന്റെ സയന്റിഫിക് മീൻസ്. ഇത്രയാകുമ്പോഴത്തേക്ക് മെഡിസിനൽ പ്ലാന്റ്സ് ഏകദേശം നമുക്ക് ഒന്ന് ക്ലിയർ ആയിട്ടുണ്ട്. ഇനി നമുക്ക് POP-യിൽ മെൻഷൻ ചെയ്തിരിക്കുന്ന ഒരു ഭാഗമാണ് മെഡിസിനൽ പ്ലാന്റ്സിന് നമുക്ക് എന്ത് ചെയ്യാം? ഹോം സ്റ്റഡ്സിൽ ഇന്റർ ക്രോപ്സ് ആയിട്ട് ഇടവിളയായിട്ട് നമുക്ക് കൃഷി ചെയ്യാം. അതായത് ഈ പറഞ്ഞ പോലെ തുളസി, പനിക്കൂർക്ക, ഈ കോമ്പിനേഷൻ കസ്തൂരിമഞ്ഞൾ റെക്കമെൻഡ് ഫോർ കൾട്ടിവേഷൻ ഉണ്ട്. ഇന്റൻസീവ് ഹോം കോപ്പറേറ്റ് ആക്രിലേറ്റ് മൾട്ടിറ്റിയർ സിസ്റ്റത്തിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇന്റർ ക്രോപ്പ് ആയിട്ട് യൂസ് ചെയ്യാം. ഇത്രയും പോയിന്റ്സ് POP-യിൽ പറയുന്ന പോയിന്റ്സ് ആണ്. അത് ജസ്റ്റ് ഒന്ന് വായിച്ചു വെക്കാം. ഇനി കുറച്ച് മെഡിസിനൽ പ്ലാന്റ്സ്, അതിന്റെ സയന്റിഫിക് നെയിമും ഫാമിലി ശരിക്കും ജസ്റ്റ് ഒന്ന് വായിച്ചു വെച്ചാൽ മതി. ഫാമിലി അങ്ങനെ എവിടെയും നമുക്ക് അങ്ങനെ കാര്യമായിട്ട് ചോദിച്ച് കണ്ടിട്ടില്ല. നമുക്ക് ഞാൻ പറഞ്ഞത് ഏറ്റവും മിനിമം നമുക്ക് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ അതിന്റെ സയന്റിഫിക് നെയിം, പാർട്ടി യൂസ്ഡും പ്രൊപ്പഗേഷനും ഒക്കെയാണ്. ആര്യവേപ്പ് നമ്മൾ നേരത്തെ കണ്ട അസാഡിറക്റ്റ ഇൻഡിക്ക, അതിന്റെ ഫ്രൂട്ടും സീഡും നമ്മൾ യൂസ് ചെയ്യുന്നു. വയമ്പ് എന്ന് വെച്ചാൽ എന്താണ്? അക്കോറസ് കലാമസ്. വയമ്പ് എല്ലാവരും കണ്ടിട്ടില്ലായിരിക്കും. അക്കോറസ് കലാമസ്, അതിന്റെ റൈസോംസ് ആണ് യൂസ് ചെയ്യുന്നതും. ചെത്തിക്കൊടുവേലി ഈ പിക്ചർ കാണുന്നതാണ്, നമുക്ക് നേരത്തെ കണ്ടതാണ്. പ്ലംബാഗോറോസി, അതിന്റെ റൂട്ട് യൂസ് ചെയ്യുന്നു. തിപ്പലി എന്ന് പറയുന്നത് പൈപ്പർ ലോങ്, നമ്മൾ നേരത്തെ കണ്ടാണ്. ലോങ് പെപ്പർ എന്ന് പറയുന്നു. പൈപ്പറേസി ഫാമിലി, അതിന്റെ സ്പൈക്സും റൂട്ട്സും നമ്മൾ യൂസ് ചെയ്യുന്നു. തിപ്പലി എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും. അടുത്തത് ഇൻഡിഗോ പ്ലാന്റ്, ദാറ്റ് ഈസ് ഇൻഡിഗോ ഫെറാറ്റിങ്റ്റോറിയ, നീലമരി. ഇനി നമ്മൾ എണ്ണ കാച്ചാനൊക്കെ എടുക്കുന്ന ഇൻഡിഗോ ഫെറാറ്റിങ്റ്റോറിയ, അതും നീലബൃങ്കാതി എന്ന് പറയുന്ന ഹെയർ ഓയിലിന്റെ പ്രിപ്പറേഷൻ യൂസ് ചെയ്യുന്നതാണ്. അപ്പൊ അത്തരത്തിൽ ഓരോ പർട്ടിക്കുലർ പ്രിപ്പറേഷൻ യൂസ് ചെയ്യുന്നത് അങ്ങനെയൊക്കെ ഉള്ളത് അറിഞ്ഞിരിക്കാം. ദെൻ കച്ചോലം, കേൻഡിഫെറ ഗലങ്ക, സിഞ്ചിബെറേസിയ കച്ചോലം. ദെൻ ചെറൂള എന്ന് പറയുന്നത് എയർവാൽ അനേറ്റ. നിങ്ങളത് ബീഡ്സിലും പഠിച്ചിട്ടുണ്ടായിരിക്കും. ചെറൂള, എയർവാൽ അനേറ്റ. ദെൻ ആഫ്രിക്കൻ മല്ലിയാണ് ഈ കൊടുത്തിരിക്കുന്നത്. ദെൻ പൂവാംകുരുന്നില എന്ന് പറയുന്നത് വെർണോറിയ സീനിയറിയ. ഇതും നിങ്ങൾ എവിടെ പഠിച്ചിട്ടുണ്ടായിരിക്കും? ബീഡ്സിന്റെ കേസിൽ പഠിച്ചിട്ടുണ്ടായിരിക്കും. അതിന് മെഡിസിനൽ പ്രോപ്പർട്ടീസും ഉണ്ട്. ഏറ്റവും കുറഞ്ഞത് നമ്മൾ POP-യിൽ പറഞ്ഞിരിക്കുന്ന മെഡിസിനൽ പ്ലാന്റ്സ് എല്ലാം അറിഞ്ഞിരിക്കാം. പിന്നെ ചിലതൊക്കെ ചില ഓപ്ഷൻസിലൊക്കെ വരും. അപ്പൊ അതൊന്ന് ജസ്റ്റ് അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ട് ബാക്കിയുള്ള അത്യാവശ്യം കോമൺ ആയിട്ടുള്ള മെഡിസിനൽ പ്ലാന്റ്സ് കൊടുത്തിരിക്കുകയാണ്. ദെൻ അശോകം ഒരു ട്രീ ആണ്. സെറാക്ക ഇൻഡിക്ക, സിസാൽപീനീസ്, അതിന്റെ ബാർക്ക് യൂസ് ചെയ്യുന്നത്. ശതാവരി, അസ്പെരാഗസ് റെസിനോസസ്, ശതാവരി. ദെൻ നോനി എന്ന് പറയും. നോനി എന്നുള്ളത് നിങ്ങൾ എല്ലാവരും മഞ്ഞനാത്തി എന്ന് പറയും. മഞ്ഞനാത്തി നോനി എന്ന് പറഞ്ഞ് മൊറിൻഡ സിട്രിഫോളിയ, ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. നോനി. ദെൻ പൂവളം നമുക്ക് POP-യിലും പറയുന്നുണ്ട്. ഏഗിൾ മാർമെലോസ്, റൂട്ടേസി, നമ്മുടെ സിട്രസിന്റെ ഒക്കെ ഫാമിലിയിൽ വരുന്ന റൂട്ടേസിയിലാണ് ഏഗിൾ മാർമെലോസ് വരുന്നത്. ദെൻ ഉഴിഞ്ഞ ബലൂൺ വൈൻ, അതും കാർഡിയോസ്പെറോം ഹെലിക്കാക്യാബം, അതും ഒരുപക്ഷെ നിങ്ങൾ നമ്മുടെ വീഡ്സിന്റെ ഒക്കെ കൂട്ടത്തിലൊക്കെ പഠിച്ചിട്ടുണ്ടായിരിക്കും. വെയില്, ദെൻ ഉഴിഞ്ഞ, ദെൻ പേരാല് നമുക്കിനി ബാക്കി കുറച്ച് എന്താ പറയാ ക്ലാസിഫിക്കേഷൻ വരുമ്പോൾ അത് പഠിക്കാം. പേരാൽ, ഫൈക്കസ് ബംഗാലൻസിസ്,
ദെൻ താന്നിക്ക ടെർമിനാലിയ ബെൽറിക്ക, അതായത് താന്നിക്ക. ദെൻ കറുകപ്പുല്ല് എല്ലാവർക്കും അറിയാവുന്നതിനാണ്, ദാറ്റ് ഇസ് ബെർമുഡ ഗ്രാസ്, ദാറ്റ് ഇസ് സൈനഡോൺ ഡാക്ടീറോൺ. അതിനും എന്തുണ്ട്, മെഡിസിനൽ പ്രോപ്പർട്ടീസ് ഉണ്ട്. POP ഇല്ലാത്ത കുറച്ചും കൂടി നമ്മൾ ടേബിളിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഓപ്ഷൻസിലൊക്കെ വരുമ്പോൾ എന്താണെന്നുള്ളത് അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടാണ്. POP ഉള്ളത് എല്ലാവരും മസ്റ്റായിട്ടും പഠിക്കുക കേട്ടോ. ദെൻ ബ്രഹ്മി നമ്മൾ നേരത്തെ കണ്ടതാണ്, ബെക്കോപ്പ മൊണേറി. നമുക്ക് എന്താണ്, നമ്മുടെ ബ്രെയിൻ ടോണിക് ആണ്. പിന്നെ അതുപോലെയാണ് നമ്മൾ ഹെയർ ഓയിൽ പ്രിപ്പറേഷൻസിലൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. ദെൻ കയ്യോന്നി, ക്ലിപ്റ്റ് ആൽഗെ. കയ്യോന്നി നമ്മൾ എണ്ണ കാച്ചാനൊക്കെ ഉപയോഗിക്കുന്നതാണ്. ദെൻ കാസ്റ്റർ, ആവണക്ക്, എല്ലാവർക്കും അറിയാം ആവണക്ക് എണ്ണ. റിസിനസ് കമ്പനി കാസ്റ്റർ എന്ന് പറയുന്നത്. കാസ്റ്റർ അല്ലെങ്കിൽ ആവണക്ക്. ദെൻ മുക്കുറ്റിക്കും എന്തുണ്ട്, മെഡിസിനൽ പ്രോപ്പർട്ടീസിലാണ്. ബയോഫൈറ്റം സെൻസിറ്റീവം, അതാണ് മുക്കുറ്റി. അതിന്റെ ലീവ്സ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, മെഡിസിനൽ പ്രോപ്പർട്ടിക്ക് വേണ്ടിയിട്ട് എടുക്കുന്നത്. ആവണക്ക്, മുക്കുറ്റി. ദെൻ കുറുംതോട്ടിക്കും വാദം കേട്ടിട്ടുണ്ട്. കുറുംതോട്ടി സിഡ ആക്യൂട്ടിഫുള്ളി, അപ്പം കുറുംതോട്ടി. ദെൻ മുയൽച്ചെവിയൊക്കെ നമ്മൾ വീഡ്സിന്റെ കേസിലും പഠിച്ചിട്ടുള്ളതായിരിക്കും. ദെൻ കൃഷ്ണതുളസിയാണ് നമ്മൾ ഒസീമം സാങ്ക്ടം എന്ന് പറയുന്നത്. അലോവേര എല്ലാവർക്കും അറിയാം, കറ്റാർവാഴ. ദെൻ നെല്ലിക്ക നമ്മൾ ഫ്രൂട്ട് ആയിട്ടും പഠിക്കുന്നതാണ്. എംബിലിക്ക ഒഫിഷ്യനാലിസ്, യൂഫോബിയസി. അതിന്റെ ഫ്രൂട്ട്സ് ആണ് നമുക്ക് മെഡിസിനൽ പ്രോപ്പർട്ടി തരുന്നത്, ആണല്ലോ, എല്ലാവർക്കും അറിയാം. ദെൻ കുടങ്ങല്, ഇന്ത്യൻ പെന്നിവേർട്ട് അല്ലെങ്കിൽ സെന്റല്ല ഏഷ്യാറ്റിക്ക. അതിന്റെയും ഓരോന്നിന്റെയും പിക്ചർ കൊടുത്തിരിക്കുന്നുണ്ട്, എല്ലാവർക്കും അറിയായിരിക്കും. കുടങ്ങൽ എല്ലാവരും കണ്ടിട്ടുള്ളതാണ്. ദെൻ നറുനീണ്ടി എന്ന് എല്ലാവരും നേരത്തെ നമ്മൾ ഓപ്ഷനിൽ കണ്ടാണ്. ഹെമിഡെസ്മസ് ഇൻഡിക്കസ് ആണ് നറുനീണ്ടി എന്ന് പറയുന്നത്. ദെൻ കീഴാർനെല്ലി, ഫില്ലാന്തസ് സെമാറസ്, കീഴാർനെല്ലി. അതും നമ്മുടെ പറമ്പിലൊക്കെ ഉള്ളതാണ് കീഴാർനെല്ലി. അപ്പൊ ഇത്രയും കോമൺ ആയിട്ടുള്ള കുറച്ച് മെഡിസിനൽ പ്ലാന്റ്സ് POP ഉള്ളതും ഉണ്ട്, അല്ലാത്തതും ഉണ്ട്. അപ്പൊ ഇതിന്റെ കുറച്ചും കൂടി പിക്ചർ ഒക്കെ കാണുമ്പോൾ നമുക്ക് ഒരു ഐഡിയ കിട്ടും. അപ്പൊ ഇത്രയേ ഉള്ളൂ. എല്ലാത്തിന്റെയും കോമൺ നെയിം അറിഞ്ഞിരിക്കുക, സയന്റിഫിക് നെയിം അറിഞ്ഞിരിക്കുക, വെറൈറ്റീസ് അറിയുക, പാർട്ട് യൂസ്, ഇത്തരം കാര്യങ്ങൾ എല്ലാവരും അറിഞ്ഞിരിക്കുക. പിന്നെ നമ്മൾ ചില മെഡിസിനൽ പ്ലാന്റ്സ് ഒക്കെ എടുക്കുമ്പോൾ അതിന്റെ ഡിസ്ക്രിപ്ഷനിൽ പറയുന്നുണ്ട് ദശപുഷ്പങ്ങളിൽ പെടുന്നതാണ്, അല്ലെങ്കിൽ ദശമൂലത്തിൽ, അല്ലെങ്കിൽ ത്രിഫല, ത്രികടു, ഇങ്ങനെ പറഞ്ഞ് കുറച്ച് ക്ലാസിഫിക്കേഷൻ ഉണ്ട്. അപ്പൊ ഇതിനകത്ത് വരുന്ന മെഡിസിനൽ പ്ലാന്റ്സ് ഏതൊക്കെയാണെന്നാണ് ജസ്റ്റ് ഒന്ന് കൊടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് POP കുറച്ച് ക്രോപ്സ് ഉണ്ട്. അപ്പം അറ്റ്ലീസ്റ്റ് ഇപ്പം POP നമ്മൾ നേരത്തെ നിലപ്പന കണ്ടു. നിലപ്പനയുടെ ഡിസ്ക്രിപ്ഷനിൽ അത് വിച്ച് ഇസ് എ കമ്പോണന്റ് ഓഫ് ദശപുഷ്പം എന്ന് പറയുന്നുണ്ട്. അത് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കാം. POP ആ ഡിസ്ക്രിപ്ഷനിൽ വരുന്നത് മസ്റ്റായിട്ട് അറിഞ്ഞിരിക്കും. ജസ്റ്റ് ഒന്ന് എക്സ്ട്രാ റെഫറൻസ് എന്നുള്ള രീതിയിൽ വെക്കുക. ദശമൂലങ്ങൾ എന്ന് പറയും. ദശമൂലങ്ങളിൽ വരുന്ന ക്രോപ്സ് ആണ് ഓരില, മൂവില, ദെൻ ചെറുവഴുതന, ചെറുചുണ്ട, ഞെരിഞ്ഞിൽ, കൂവളം, വെയില്, ദെൻ കപ്പേങ്ങി, ദെൻ കുമ്മിഴു, പാതിരി, മുഞ്ഞ എന്നൊക്കെ പറയുന്നത് ങ്ങളിൽ വരുന്നതാണ്. അതുപോലെ തന്നെയാണ് ദശപുഷ്പങ്ങൾ. 10 പുഷ്പം, നേരത്തെ നമ്മൾ ദശമൂലം പറഞ്ഞു. ദശപുഷ്പങ്ങൾ അതൊക്കെയാണ്. മുക്കുറ്റിയുണ്ട്, തിരുതാളിയുണ്ട്. കോമൺ നെയിമിൽ അറിഞ്ഞിരിക്കുക. കയ്യൊന്നി, ദെൻ പൂവാംകുരുന്നില, വിഷ്ണുക്രാന്തി, കറുക, മുയൽ ചെവിയൻ, നിലപ്പന, ഉഴിഞ്ഞ, ചെറുക. ഇതൊരു എക്സ്ട്രാ റെഫറൻസ്, ഒരു ജനറൽ നോളജ് കൂടിയായിരിക്കും, അറിഞ്ഞിരിക്കാം. നമുക്ക് കോഴ്സിന്റെ ഭാഗമായിട്ട് നമ്മൾ ഇപ്പം നമ്മുടെ അക്കാഡമിക് സിലബസിന്റെ ഭാഗമായിട്ട് പഠിക്കുമ്പോൾ നമ്മൾ മെഡിസിനൽ പ്ലാന്റ്സിന്റെ കോഴ്സ് വരുമ്പോൾ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ പഠിക്കുന്നതാണ്. അപ്പൊ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. ദശമൂലങ്ങളിലും ദശപുഷ്പങ്ങളിലും വരുന്ന ക്രോപ്സ് ഏതൊക്കെയാണ്. അപ്പൊ ഇതിന് ഇത്രയും ദശപുഷ്പങ്ങളിലെ നിലപ്പന ഒന്ന് നോട്ട് ചെയ്യുക, കാരണം അത് നമുക്ക് ഇവിടെ പറയുന്നുണ്ട്, POP എടുത്ത് പറയുന്നുണ്ട്. അടുത്തത് നാൽപ്പാമരം, അതുപോലെ ത്രിഫല, ത്രികടു, ഇതിങ്ങനെയും കേട്ടിട്ടുണ്ടായിരിക്കും. നാൽപ്പാമരങ്ങൾ എന്ന് പറയുമ്പോൾ 4 ഏതൊക്കെയാണ്? അത്തി, ഇത്തി, അരയാല്, പേരാല്. ഇതാണ് നമ്മൾ നാൽപ്പാമരങ്ങൾ എന്ന് പറയുന്നത്. അത്തി എന്ന് പറയുന്നത് ഫൈക്കസ് റെസിമോസ, ഇതെല്ലാം മൊറേസിയ ഫാമിലിയിൽ വരുന്നത്. ഇത്തി എന്ന് പറയുന്നത് ഫൈക്കസ് മൈക്രോകാർപ്പ. ദെൻ അരയാല് എന്ന് പറയുന്നത് ഫൈക്കസ് റിലീജിയോസ, നമ്മൾ അമ്പലങ്ങളിലൊക്കെ കാണുന്നത് ഫൈക്കസ് റിലീജിയോസ. പേരാല് ഫൈക്കസ് ബംഗാളൻസിസ്. അപ്പം അത്തി, ഇത്തി, അരയാൽ, പേരാൽ, ഇത്രയുമാണ് നാൽപ്പാമരങ്ങളിൽ വരുന്നത്. അടുത്തത് ത്രിഫല എന്ന് പറയും. ത്രിഫല നമുക്ക് മെഡിസിനൽ പ്രിപ്പറേഷൻസിലൊക്കെ വരുന്നതാണ്. കടുക്ക, താന്നിക്ക, നെല്ലിക്ക. ടെർമിനാലിയ ചെബൂല, ടെർമിനാലിയ ബെൽറിക്ക, ദെൻ എംബ്ലിയ ഒഫിഷ്യനാലിസ്. ഇത്രയും കോമൺ നെയിം അറിഞ്ഞിരിക്കുക. കടുക്ക, താന്നിക്ക, നെല്ലിക്ക. ഈ 3 ഫ്രൂട്ട്സ് വരുന്നതാണ് ത്രിഫല എന്ന് പറയുന്നത്. കടുക്ക, താന്നിക്ക, നെല്ലിക്ക. ഇനി ത്രികടൂര് വരുന്നതാണ് ജിഞ്ചർ, നമ്മുടെ ഇഞ്ചി, അതുപോലെ തിപ്പലി, പെപ്പർ. ജിഞ്ചർ ഒഫിഷ്യനിൽ, പെപ്പർ നമ്മുടെ കുരുമുളക്, പൈപ്പർ നൈഗ്രം, അതുപോലെ ലോങ് പെപ്പർ അല്ലെങ്കിൽ തിപ്പലി, പൈപ്പർ ലോങ്. ഇത്രയും ചേരുന്നതാണ് ത്രികടു എന്ന് പറയുന്നത്. ത്രികടൂര്, ജിഞ്ചർ, തിപ്പലി, പെപ്പർ. ത്രിഫലയിൽ വരുന്നത് കടുക്ക, താന്നിക്ക, നെല്ലിക്ക. നാൽപ്പാമരങ്ങളിൽ വരുന്നത് അത്തി, ഇത്തി, അരയാൽ, പേരാൽ.
അപ്പം ഇങ്ങനെ ഒന്ന് അറിഞ്ഞിരിക്കുക, ഈ താഴെ കൊടുത്തിരിക്കുന്നതിൽ ത്രിഫലയിൽ വരുന്നതല്ലാത്തത് അല്ലെങ്കിൽ ത്രികടൂല് വരുന്നതല്ലാത്തത് ഏത് എന്ന് ചോദിക്കുകയാണെങ്കിൽ അതൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി അതിന്റെ കോമൺ നെയിമെങ്കിലും അറിഞ്ഞിരിക്കുക. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഇത്രയും ക്ലിയർ ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി നമുക്ക് ചില എക്സാമുകൾക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലുള്ള നമുക്ക് മെഡിസിനൽ പ്ലാന്റ്സിൽ നിന്ന് വന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. ഇത് 2015 സോയിൽ സർവേ ഓഫീസറിന് ചോദിച്ചാണ്. സയന്റിഫിക് നെയിം ഓഫ് കസ്തൂരിമഞ്ഞൾ എന്താണ്? ഓപ്ഷൻ എ പറയുന്നത് കുർക്കുമ അരോമാറ്റിക്. യെസ്, കുർക്കുമ അരോമാറ്റിക് ആണ് കസ്തൂരി മഞ്ഞളുടെ സയന്റിഫിക് നെയിം. ബാക്കി നമുക്ക് അറിയാവുന്നതാണ്. കുർക്കുമ അനാഥ, ദാറ്റ് ഇസ് മാംഗോ ജിഞ്ചർ. കുർക്കുമ ലോങ്ങ, ദാറ്റ് ഇസ് ടർമറിക്. ദെൻ ഈസ്റ്റ് ഇന്ത്യൻ അറോ റൂട്ട് ആണ്, ദാറ്റ് ഇസ് കുർക്കുമ ആംഗസ്റ്റിഫോളിയ എന്ന് പറയുന്നത് ഒരു അറോ റൂട്ട് ആണ്. ഓക്കെ, കുർക്കുമ അരോമാറ്റിക് ആണ്, അരോമ വരുന്ന അരോമാറ്റിക് കസ്തൂരി മഞ്ഞൾ. ഓക്കെ, ഇതൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. അടുത്തത് മെഡിസിനൽ പ്ലാന്റ് യൂസ്ഡ് ഫോർ പ്രിവെന്റിങ് സോയിൽ ഇറോഷൻ. ഇതും 2015 സോയിൽ സർവേയിൽ ചോദിച്ചതാണ്. ഏതാണ് നമ്മൾ സോയിൽ ഇറോഷൻ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്? വെറ്റിവർ അല്ലെങ്കിൽ രാമച്ചൻ എന്ന് പറയുന്നത്. വെറ്റിവർ അല്ലെങ്കിൽ രാമച്ചൻ. നമുക്ക് വെറ്റിവറിന്റെ POP സെക്ഷൻ എടുക്കുകയാണെങ്കിൽ വെറ്റിവർ ആസ് എ സോയിൽ ബൈൻഡർ, അതായത് വെറ്റിവറിന് എന്തുണ്ട്, നല്ല ഡീപ്പ് ആയിട്ടുള്ള ഡെൻസ് സ്ട്രോങ് ഫൈബ്രസ് റൂട്ട് സിസ്റ്റം ആണ്. അപ്പം അതിന് ഈ പറഞ്ഞുള്ള സോയിൽ ബൈൻഡിങ് പ്രോപ്പർട്ടീസ് അല്ലെങ്കിൽ സോയിൽ ഇറോഷൻ മണ്ണൊലിപ്പിനെ തടയാനുള്ള കഴിവുണ്ട്. ഓക്കെ, അപ്പൊ അതൊരു സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസിൽ വരികയാണെങ്കിൽ ഒരു അസേർഷൻ റീസൺ ആയിട്ടൊക്കെ വരികയാണെങ്കിൽ അതിന്റെ റീസൺ അറിയിക്കാം. വിച്ച് ഇസ് ഹാവിംഗ് ഡീപ് ഡെൻസ് സ്ട്രോങ് ഫൈബ്രസ് റൂട്ട് സിസ്റ്റം, സോയിൽ ബൈൻഡിങ് പ്രോപ്പർട്ടീസ് ഉണ്ട്. ഇത് ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. വെറ്റിവർ ആണ് സോയിൽ ഇറോഷൻ തടയുന്ന ക്രോപ്പ്. അടുത്ത ഇമ്പോർട്ടന്റ് വെറൈറ്റി ഓഫ് ഫിറ്റ്. ഇതും സോയിൽ സർവേ ഓഫീസറിന് ചോദിച്ചതാണ്. ഏതാണ്? വിശ്വം എന്ന് പറയുന്നുണ്ട്. യെസ്, ആൻസർ ഈസ് വിശ്വം. വിശ്വമാണ് തിപ്പലിയുടെ വെറൈറ്റി. ഇതേ ക്വസ്റ്റ്യൻ തന്നെ 2018 എക്സാമിന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. എ ലോങ് പെപ്പർ വെറൈറ്റി. തിപ്പലിന്ന് മാറ്റിയിട്ട് ലോങ് പെപ്പറിന്റെ വെറൈറ്റി എടുക്കണം. ഓപ്ഷൻ ഇതായിരിക്കും, വിശ്വം തന്നെയാണ്. ബാക്കി ഒന്ന് പറഞ്ഞ് ജീവ എന്തിന്റെ വെറൈറ്റി ആയിരുന്നു? ജീവ വെറൈറ്റി ഓഫ് അടപതിയൻ. ഓപ്ഷൻ സിയും ഡിയും മൃദുല അഗ്നി ചെത്തിക്കൊടിവേലി. മൃദുല മറന്നു, കുറച്ചു മുന്നേ എല്ലാരും പറഞ്ഞതാണ് മൃദുല ചെത്തിക്കൊടിവേലി. ടപ്പേന്നനുസരിച്ച് പറയണം ചെത്തിക്കൊടുവേലി. ഓക്കെ, അടുത്തത് വിച്ച് പാർട്ട് ഓഫ് കസ്തൂരി മഞ്ഞൾ ഈസ് യൂസ്ഡ് ഇൻ മെഡിസിനൽ പർപ്പസ്. ഇത് അഗ്രികൾച്ചറൽ അസിസ്റ്റന്റിനെ ചോദിച്ചാണ്. ഏത് പാർട്ടാണ് യൂസ് ചെയ്യുന്നത്? ചെത്തിക്കൊടുവേലി. എനിക്ക് ഡിലേ വന്നതാണോ? ഹലോ, നിങ്ങൾക്ക് ഏത് ക്വസ്റ്റിനെ വിസിബിൾ ആയിട്ടുള്ളത്? ക്ലിയർ ആവുന്നുണ്ടോ? ലാഗ് ഉണ്ടോ? നെറ്റ്വർക്കിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഹലോ, ഇല്ല മാം, കുഴപ്പമില്ല. പ്രൈസ് ഇടയ്ക്ക് എപ്പോഴെങ്കിലും വോയിസ് ബ്രേക്ക് ചെയ്തായിരുന്നോ? ബ്രേക്ക് ആയിരുന്നോ? ഇടയ്ക്ക് ചെറുതായിട്ടൊന്ന് ബ്രേക്ക് ആയിരുന്നു, പക്ഷെ കുഴപ്പമില്ല ഇപ്പൊ. ഹലോ 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 മാം. കുഴപ്പമില്ല, എനിക്ക് ആൻസർ പറഞ്ഞു ഡിലേ വന്നിട്ട് നെറ്റ്വർക്ക്. ഓക്കെ ഓക്കെ ഓക്കെ. കസ്തൂരി മഞ്ഞളിന്റെ റൈസോം ആണ് നമ്മൾ മെഡിസിനൽ പർപ്പസ് ആയ മെഡിസിനൽ പാർട്ടായിട്ട്. ഹലോ ആണ്. ടെട്രാടെർപിനോൾ കോമ്പൗണ്ട് ഒബ്റ്റെയിൻഡ് ഫ്രം നീം ട്രീ. ആര്യവേപ്പിൽ നിന്ന് കിട്ടുന്ന കെമിക്കൽ ഏതാണ്? കോമ്പൗണ്ട് ഏതാണ്? റോട്ടിനോൾ ആണോ, പൈറൻസ് ആണോ, റാനി ആണോ, അസാഡിറക്റ്റിൻ ആണോ? ഏതാണ് ആൻസർ? അസാഡിറക്റ്റിൻ. ഓപ്ഷൻ സി അസാഡിറക്റ്റിൻ. എന്താണ് സയന്റിഫിക് നെയിം? അസാഡിറക്റ്റ ഇൻഡിക്ക. അപ്പം ഇതുപോലെ നമ്മൾ ചെത്തിക്കൊടുവേലിയാണ് ക്വസ്റ്റ്യനിൽ വരുന്നതെങ്കിൽ എന്തായിരിക്കും? ചെത്തിക്കൊടുവേലിയിൽ ഏത് കോമ്പൗണ്ട് ആയിരുന്നു? പ്ലംബാഗിയറോസി, അതായത് പ്ലംബാജിൻ ആയിരിക്കും. ഓക്കെ, അപ്പം ഇങ്ങനെയുള്ള കോമ്പൗണ്ട്സ് ഓർത്തിരിക്കാൻ, നമുക്ക് ഓർത്തിരിക്കാൻ തൽക്കാലം ഈ രണ്ടെണ്ണമാണ് മെയിൻ ആയിട്ടുള്ളത്. അടുത്തത് കോമൺ നെയിം ഓഫ് പൈപ്പർ ലോങ്. ഇത് കുറെ വർഷങ്ങൾക്ക് മുന്നേ വൊക്കേഷണൽ ഇൻസ്ട്രക്ടർ ചോദിച്ചാണ്. കോമൺ നെയിം ഓഫ് പൈപ്പർ ലോങ്. തിപ്പലി നമ്മൾ നേരത്തെ കണ്ടതാണ്. പൈപ്പർ ലോങ് അല്ലെങ്കിൽ ലോങ് പെപ്പർ. ആൻസർ തിപ്പലി. അപ്പൊ ഇത്രയൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഇവിടുന്ന് മെഡിസിനൽ പ്ലാന്റ്സിന്റെ ആസ്പെക്ട്സിൽ നിന്ന് നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിലുള്ളത്. അപ്പൊ ഈ ക്വസ്റ്റ്യൻസ് കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും, ഒന്നെങ്കിൽ വെറൈറ്റീസ് അല്ലെങ്കിൽ ഈ പ്രൊപ്പഗേഷൻ, ഈ ഒരു ആസ്പെക്ട്സിലാണ് പൊതുവേ ക്വസ്റ്റ്യൻസ് ചോദിക്കാറ്. അപ്പം മെഡിസിനൽ പ്ലാന്റ്സ് നമ്മൾ ഒരു 1-2 തവണയൊക്കെ നിങ്ങൾ POP മൊത്തത്തിൽ ആ മെഡിസിൻ വായിച്ചു വെക്കുക. എന്നിട്ട് നമ്മളൊരു ടേബിൾ ആക്കി മാറ്റേണ്ടത് ഈ പറയുന്ന കോമൺ നെയിം, സയന്റിഫിക് നെയിം, വെറൈറ്റീസ്. ഞാൻ ഇത് ആവർത്തിച്ച് പറഞ്ഞ് നിങ്ങൾ എത്രയും നമുക്കിനി കുറച്ച് സമയമുള്ളൂ. അപ്പൊ നമ്മൾ
ലാസ്റ്റ് അവസാന നിമിഷം നമ്മൾ റിവിഷൻ സമയത്ത് നമ്മൾ POP മൊത്തം എടുത്ത് വായിക്കാൻ കഴിഞ്ഞാൽ നമുക്ക് വലിയൊരു കടല് പോലെ തോന്നും. അപ്പൊ നമുക്കിത് വായിക്കാനായിട്ട് തോന്നില്ല. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഒരു ഷോർട്ട് നോട്ട്സോ അല്ലെങ്കിൽ ഒരു ടേബിൾ ഫോർമാറ്റിലോ ആണ് നമുക്ക് നമ്മുടെ കയ്യിൽ റിവിഷൻ സമയത്ത് നോട്ട് ഇരിക്കുന്നതിന് നമുക്ക് ഒറ്റയടിക്ക് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ 10 പേജ് വായിക്കേണ്ട സാധനം നമുക്ക് ഒരു ടേബിളിൽ കിട്ടും. അപ്പൊ അതുകൊണ്ട് ഇതൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എപ്പോഴും ടേബിൾ ഫോർമാറ്റിലോ അല്ലെങ്കിൽ ഷോർട്ട് നോട്ട്സിലേക്കോ മാറ്റി എഴുതി വെക്കുന്നതായിരിക്കും എപ്പോഴും ബെറ്റർ. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് പോസ്റ്റ് ഹാർവസ്റ്റ് മാനേജ്മെന്റ് ആസ്പെക്ട്സിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. ഹു ഈസ് നോൺ ആസ് ഫാദർ ഓഫ് കാനിങ്? ഫാദർ ഓഫ് കാനിങ്ങിന്റെ ഫാദർ എന്നറിയപ്പെടുന്ന ആരാണ്? ഫാദർ ഓഫ് കാനിങ് ആരാണ്? ലൂയിസ് പാസ്റ്റർ ആണോ, നിക്കോളാസ് എപ്പർട്ട് ആണോ, റോബർട്ട് കോച്ച് ആണോ, നൺ ഓഫ് ദീസ്? ഏതാണ്? നിക്കോളാസ് എപ്പർട്ട്. നിക്കോളാസ് എപ്പർട്ട് എന്ന് പറയുന്നത്. യെസ്, ആൻസർ ഈസ് നിക്കോളാസ് എപ്പർട്ട് ആണ്. നമ്മൾ കാനിങ്ങിന് കാനിങ് ഈസ് അതർവൈസ് നോൺ ആസ് എപ്പർട്ടൈസേഷൻ എന്ന് പറയുന്നത്. നിക്കോളാസ് എപ്പർട്ട് എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ് ഫാദർ ഓഫ് കാനിങ്. അപ്പം ജനറൽ നമ്മൾ കാനിങ് എന്ന് പറയുന്ന ഒരു പ്രൊസീജിയർ എല്ലാവർക്കും അറിയാം. അതിന്റെ ജനറൽ ഒരു ഫ്ലോ ചാർട്ട് കൊടുത്തിട്ടുണ്ട്. കാനിങ് എന്ന് പറയുന്ന സംഭവത്തിൽ എന്തൊക്കെ സാധനം, എന്തൊക്കെ സ്റ്റെപ്സ് വരും എന്നുള്ളത് നമുക്ക് ഒത്തിരി ഡീറ്റെയിൽസിലേക്ക് പോകണ്ട. ഈ സ്റ്റെപ്സ് കാണുമ്പോൾ തന്നെ ഏകദേശം ഒരു ഐഡിയ കിട്ടും. നമ്മൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യാണ്, ക്രോപ്പിനെ ഹാർവെസ്റ്റ് ചെയ്ത് ആ ഹാർവെസ്റ്റ് ചെയ്ത സംഭവത്തിന് നമ്മൾ ട്രാൻസ്പോർട്ട് ചെയ്ത് കൊണ്ടുവന്നിട്ട് അതിനകത്ത് നമ്മൾ ഗ്രേഡിങ് നടത്തുന്നു. അതായത് ഗ്രേഡിങ് അല്ലെങ്കിൽ സോർട്ടിങ് നടത്തുന്നു. സോർട്ടിങ് നടത്തിയ സാധനത്തിന് നമ്മൾ വാഷ് ചെയ്തെടുക്കുന്നു. വാഷ് ചെയ്തതിനു ശേഷം അതിന്റെ ഔട്ടർ ലെയറിനെ കളയുന്നതിനാണ് പീൽ ചെയ്യുന്നു. പീൽ ചെയ്തതിനു ശേഷം അതിനെ കട്ട് ചെയ്തെടുക്കുന്നു. ബ്ലാഞ്ചിങ് എന്ന് പറഞ്ഞൊരു പ്രൊസീജിയർ. ബ്ലാഞ്ചിങ് എന്ന് വെച്ചാൽ നമ്മൾ യൂഷ്വൽ ബ്ലാഞ്ചിങ് ചെയ്യുന്നത് എവിടെയാണ്? വെജിറ്റബിൾസിന്റെ കേസിലാണ് നമ്മൾ യൂഷ്വലി ബ്ലാഞ്ചിങ് ചെയ്യുന്നത്. ഫ്രൂട്ട്സിന് യൂഷ്വലി ചെയ്യാറില്ല. നമ്മൾ അതിന്റെ ആ ഒരു എൻസൈം ആക്ടിവിറ്റി ഇനാക്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ചെറിയ ചൂടുവെള്ളത്തിലൊന്ന് ഒത്തിരി നേരം ഇട്ടേക്കാൻ പാടില്ല, കാരണം ഇത് ഓവറായിട്ട് ഇത് ബോയിൽ ആയി പോകും. ചെറിയ ചൂടുവെള്ളത്തിൽ നമ്മളൊന്ന് ഡിപ്പ് ചെയ്തെടുക്കുക ചെയ്യുന്നത്. ബ്ലാഞ്ചിങ് ഒരു 2 മിനിറ്റ്സ് മാക്സിമം ഒരു 1 to 2 മിനിറ്റ്സ് ഒക്കെ നമ്മൾ ട്രീറ്റ് ചെയ്യുന്നതിനാണ് ബ്ലാഞ്ചിങ് എന്ന് പറയുന്നത്. അതിനുശേഷം നമ്മുടെ ക്യാൻസ് ഉണ്ടായിരിക്കും. ക്യാൻസിലേക്ക് നമ്മൾ ഫില്ല് ചെയ്തതിനു ശേഷം അതിനെ സീൽ ചെയ്യുന്നു. എക്സോസ്റ്റിംഗ് എന്ന് പറയും. എക്സോസ്റ്റ് ചെയ്തു, അതായത് സീൽ ചെയ്തതിനു ശേഷം അങ്ങനെ ഒരു ചെറിയ ഹീറ്റ് ട്രീറ്റ്മെന്റ് കുക്കിങ്ങിലേക്ക് വിടുന്നു. ജസ്റ്റ് ആ ഹീറ്റ് ട്രീറ്റ്മെന്റ് കഴിഞ്ഞതിന് ശേഷം അതിനൊന്ന് തണുപ്പിക്കുന്നു, കൂൾ ചെയ്തതിനു ശേഷം അതിനെ സ്റ്റോർ ചെയ്യുന്നതിന് ശേഷം ലേബൽ ചെയ്ത് നമ്മൾ അതിനെ ഡെസ്പാച്ച് ചെയ്യുന്നു. അപ്പൊ ഇത്രയുമാണ് കാനിങ്ങിന്റെ സ്റ്റെപ്സ് എന്ന് പറയുന്നത്. നമ്മൾ ഫ്രൂട്ട്സിനെ സെലക്ട് ചെയ്തു, അതിനെ സോർട്ട് ചെയ്ത് ഗ്രേഡ് ചെയ്ത് മാറ്റുന്നു, വാഷ് ചെയ്യുന്നു, പീലിംഗ് തന്നെ പലതരത്തിലുണ്ട്. ഫ്ലെയിം പീലിംഗ് അങ്ങനെ പറഞ്ഞിട്ട് നമുക്ക് അതിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകണ്ട. ബ്ലാങ്ക് ചെയ്യുന്നു. ക്യാൻ ഫില്ലിങ്ങിന്റെ മുകളിൽ നമ്മൾ സിറപ്പിംഗ് അല്ലെങ്കിൽ ബ്രൈനിങ്. സിറപ്സ് യൂഷ്വലി ഫ്രൂട്ട്സിനാണ് നമ്മൾ ഷുഗർ സിറപ്പ് ആഡ് ചെയ്യും. ബ്രൈൻ സൊല്യൂഷൻ അല്ലെങ്കിൽ സോൾട്ട് സൊല്യൂഷൻ നമ്മൾ വെജിറ്റബിൾസിന് ആഡ് ചെയ്ത് കൊടുക്കുന്നു. ദെൻ ലിഡ് ഇടുന്നു, എക്സോസ്റ്റ് ചെയ്യുന്നു, അങ്ങനെ സീൽ ചെയ്യുന്നു. അതിന് നമ്മൾ കുക്ക് ചെയ്തതിനു ശേഷം കൂളിംഗ്, ദെൻ ഫൈനലി ലേബലിംഗ് ആൻഡ് സ്റ്റോറേജ്. ഇത്രയുമാണ് കാനിങ്ങിന്റെ ഒരു ജനറൽ ഫ്ലോ ചാർട്ട് എന്ന് പറയുന്നത്. കാനിങ്ങിന്റെ ഫാദർ ദാറ്റ് ഇസ് നിക്കോളാസ് എപ്പർട്ട്. എപ്പർട്ടൈസേഷനിൽ നമ്മൾ കാനിങ്ങിനെ പറയാറുണ്ട്. ക്ലിയർ ആണല്ലോ? അടുത്തത് ചൂസ് ദ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഫ്രം ദ ഫോളോയിങ്. ഫുഡ് ഇറാഡിയേഷനെ പറ്റിയിട്ടാണ് നമ്മൾ കുറച്ച് സ്റ്റേറ്റ്മെന്റ്സ് കൊടുത്തിരിക്കുന്നത്. ഈ സ്റ്റേറ്റ്മെന്റ്സ് വായിച്ചു നോക്കിയതിനു ശേഷം ഏതാണ് ഇൻകറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്? Food irradiation is also known as thermal sterilization. A distinct logo called Radura identifies irradiated food. The international unit of measurement of radiation is gray. ഏതാണ്? All are correct എന്ന് പറയുന്നത്. എല്ലാ സ്റ്റേറ്റ്മെന്റും ശരിയാണോ? എല്ലാ സ്റ്റേറ്റ്മെന്റും ശരിയല്ലേ? All are correct എന്ന് പറയുന്നത്. അപ്പൊ എല്ലാ സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണെന്നാണ് പറയുന്നത്. എല്ലാ സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണോ? നമുക്ക് ആൻസർ നോക്കാം. Answer is actually option A ആണ്. That is food irradiation is also known as thermal sterilization എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ശരിക്കും ഫുഡ് ഇറാഡിയേഷൻ നമ്മൾ കോൾഡ് സ്റ്റെറിലൈസേഷൻ എന്നാണ് പറയുന്നത്. കോൾഡ് സ്റ്റെറിലൈസേഷൻ അങ്ങനെ പറയാൻ കാരണം എന്താണ്? നമ്മൾ ഫുഡ് ഇറാഡിയേഷൻ എന്ന് വെച്ചാൽ ഒരു സ്മോൾ ഡോസ് ഓഫ് റേഡിയേഷൻ നമ്മൾ ട്രീറ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഫുഡിനെ ട്രീറ്റ് ചെയ്തിട്ട് നമ്മൾ അതിനെ സ്റ്റെറിലൈസ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അതിനകത്തുള്ള മൈക്രോ ഓർഗാനിസംസ് അണുവിമുക്തം വന്ന് സ്റ്റെറിലൈസ് ചെയ്തെടുക്കുന്നത്. അപ്പം പൊതുവെ നമ്മൾ ഹീറ്റ് വഴിയുള്ള ഒരു സ്റ്റെറിലൈസേഷൻ ആയിരിക്കും കേട്ടിട്ടുണ്ടാവുന്നത്. പക്ഷെ നമ്മളിവിടെ ഹീറ്റ് കൊടുക്കുന്നില്ല, പകരം നമ്മൾ ലോ ഡോസ് ഓഫ് റേഡിയേഷൻസ് ആണ് കൊടുക്കുന്നത്. അപ്പൊ അത്തരത്തിൽ ഹീറ്റ് കൊടുക്കാതെ സ്റ്റെറിലൈസ് ചെയ്യുന്നുണ്ട് നമ്മൾ അതിനെ കോൾഡ് സ്റ്റെറിലൈസേഷൻ. ഫുഡ് ഇറാഡിയേഷൻ ഈസ് അതർവൈസ് നോൺ ആസ് നോട്ട് തെർമൽ കോൾഡ് സ്റ്റെറിലൈസേഷൻ എന്നാണ് നമ്മൾ പറയുന്നത്. അതുകൊണ്ട് ആ ഒരു സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് നമുക്ക് ഇറാഡിയേറ്റഡ് ഫുഡിനകത്ത് ഇത്തരത്തിലുള്ള ഒരു ലേബൽ കാണാം, അതായത് ഒരു ചെറിയൊരു ലോഗോ കാണാം. ആ ലോഗോ
ഇപ്പൊ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഈ ഒരു ലോഗോ ഉണ്ടെങ്കിൽ നമുക്കത് ദാറ്റ് ഫുഡ് ഈസ് ട്രീറ്റഡ് ബൈ സം സോർട്ട് ഓഫ് റേഡിയേഷൻ അല്ലെങ്കിൽ റേഡിയേറ്റഡ് ഫുഡ് ആണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു റാഡുറ എന്ന് പറയുന്ന ഒരു ലോഗോ കാണാനായിട്ട് പറ്റും. പിന്നെ ഇന്റർനാഷണൽ യൂണിറ്റ് ഓഫ് മെഷർമെന്റ് റേഡിയേഷൻ ദാറ്റ് ഇസ് ഗ്രേ, അത് കറക്റ്റ് ആണ്. അപ്പം ഈ 3 സ്റ്റേറ്റ്മെന്റിനകത്ത് ഓപ്ഷൻ എ ആണ് തെറ്റായിട്ടുള്ളത്. അതിന്റെ കാരണം എന്താ? ഫുഡ് ഇറാഡിയേഷൻ. എനിക്ക് എന്തുകൊണ്ടാണ് അതിനെ കോൾഡ് സ്റ്റെറിലൈസേഷൻ എന്ന് വിളിക്കുന്നതെന്ന് മനസ്സിലായോ? ക്ലിയർ ആണോ? നമ്മൾ ഫുഡ് ഇറാഡിയേഷന് എല്ലാരും കേൾക്കുന്നുണ്ടോ? ക്ലിയർ ആണ് മാം. ക്ലിയർ ആണ്, ക്ലിയർ ആണ്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ ക്ലാസ് 2 പ്രിസർവേറ്റീവ്? പ്രിസർവേറ്റീവ്സ് എല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും, കെമിക്കൽ പ്രിസർവേറ്റീവ്സ്. ഇതിനകത്ത് കൊടുത്തിരിക്കുന്നവയിൽ ക്ലാസ് 2 പ്രിസർവേറ്റീവ് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. ഏതാണ്? ഏതാണ് പറഞ്ഞോ? ഓപ്ഷൻ ഡി. ഓപ്ഷൻ ഡി പറയുന്നുണ്ട്, പൊട്ടാസ്യം മെറ്റാബൈസൾഫേറ്റ്. പൊട്ടാസ്യം മെറ്റാബൈസൾഫേറ്റ് പറയുന്നുണ്ട്. യെസ്, ആൻസർ കറക്റ്റ് ആണ്. എങ്ങനെയാ പ്രിസർവേറ്റീവ്സിന് നമുക്ക് ക്ലാസ് 1 ക്ലാസ് 2 എന്ന് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്? ക്ലാസ് 1 പ്രിസർവേറ്റീവ് എന്നും ക്ലാസ് 2 പ്രിസർവേറ്റീവ്സ്. എന്താ അതിന്റെ ഡിഫറൻസ്? എന്താണ് അതിന്റെ ഡിഫറൻസ്? അറിയാമോ? അറിയാമോ ആർക്കേലും? നമുക്ക് പ്രിസർവേറ്റീവ്സിന് നമുക്ക് നാച്ചുറൽ പ്രിസർവേറ്റീവ്സ്, അത് ക്ലാസ് 1 ഗ്രൂപ്പിൽ വരുന്നു. ക്ലാസ് 2 എന്ന് പറയുന്നത് കെമിക്കൽ പ്രിസർവേറ്റീവ്സ്. ഇങ്ങനെ രണ്ടായിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ക്ലാസ് 1 പ്രിസർവേറ്റീവ്സ് വരുന്നതാണ് നമ്മുടെ കോമൺ സോൾട്ട്, ഷുഗർ, ഡെക്സ്ട്രോസ്, സ്പൈസസ്, അതുപോലെ വിനെഗർ, ഹണി, എഡിബിൾ ഓയിൽ. ഇതൊക്കെ നമ്മുടെ നോർമൽ നാച്ചുറൽ പ്രിസർവേറ്റീവ്സ് ആണ്, ക്ലാസ് 1 പ്രിസർവേറ്റീവ്സ്. ക്ലാസ് 2 പ്രിസർവേറ്റീവ്സ് എന്ന് പറയുന്നത് സിന്തറ്റിക്സ് അല്ലെങ്കിൽ കെമിക്കൽ പ്രിസർവേറ്റീവ്സ് ആണ് ക്ലാസ് 2 വരുന്നത്. അതിനകത്ത് വളരെ കോമൺ ആയിട്ടുള്ള 2 പ്രിസർവേറ്റീവ്സ് ആണ് ബെൻസോയിക് ആസിഡും അതുപോലെ തന്നെ പൊട്ടാസ്യം മെറ്റാബൈസൾഫേറ്റും. നമ്മൾ യൂഷ്വലി ഏതെങ്കിലും ഒരു ഫുഡ് പ്രൊഡക്റ്റിൽ ഏതെങ്കിലും ഒരു കെമിക്കൽ പ്രിസർവേറ്റീവ്സ് നമ്മൾ യൂഷ്വലി ആഡ് ചെയ്യാറുള്ളൂ, രണ്ടും കൂടി ആഡ് ചെയ്യാറില്ല. എപ്പോഴും ആഡ് ചെയ്യാറുള്ളത് ബെൻസോയിക് ആസിഡ് ഓർ പൊട്ടാസ്യം മെറ്റാബൈസൾഫേറ്റ്. ഇത് വളരെ കോമൺ ആണ്. സോ അപ്പൊ അതിനകത്താണ് ക്ലാസ് 2 പ്രിസർവേറ്റീവ് വരുന്നത്. ക്ലിയർ ആണല്ലോ? അടുത്തത്, ഡാഷ് സ്റ്റേജ് ഓഫ് ഡെവലപ്മെന്റ് വെൻ എ പ്ലാന്റ് ഓർ പ്ലാന്റ് പാർട്ട് പൊസസസ് ദ പ്രീ റിക്വസിറ്റ്സ് ഫോർ യൂട്ടിലൈസേഷൻ ബൈ ദ കൺസ്യൂമേഴ്സ് ഫോർ എ പർട്ടിക്കുലർ പർപ്പസ്. ഈ കൺസ്യൂമേഴ്സിന് ഉപയോഗിക്കാൻ പാകമായ സ്റ്റേജിനെ നമ്മൾ എന്താ പറയുന്നത്? മെച്യൂരിറ്റി ഇൻഡെക്സ് എന്നാണോ പറയുന്നത്? ഹോർട്ടിക്കൾച്ചറൽ മെച്യൂരിറ്റി എന്നാണോ? ഫിസിയോളജിക്കൽ മെച്യൂരിറ്റി എന്നാണോ? നൺ ഓഫ് ദ എബോവ് ആണോ? എന്താണ്? ഹോർട്ടിക്കൾച്ചറൽ മെച്യൂരിറ്റി എന്ന് പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇതിനകത്ത് 3 ടേംസ് ഉണ്ട്. മെച്യൂരിറ്റി ഇൻഡെക്സ് എന്താണെന്ന് അറിയണം, ഹോർട്ടിക്കൾച്ചറൽ മെച്യൂരിറ്റി എന്താണെന്ന് അറിയണം, ഫിസിയോളജിക്കൽ മെച്യൂരിറ്റി. എന്താണ് ഇത് മൂന്നും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് അറിയണം. ആൻസർ ഇസ് ആക്ച്വലി ഹോർട്ടിക്കൾച്ചറൽ മെച്യൂരിറ്റി ആണ്. അതായത് മെച്യൂരിറ്റി ഇൻഡീസസ് എന്ന് പറയുന്നത് നമ്മൾ പല ക്രോപ്സിന്റെയും, ഇതിനു മുന്നേ നമ്മൾ മാംഗോ പഠിച്ചപ്പോഴും അതുപോലെ തന്നെ ടൊമാറ്റോയുടെ ഒക്കെ കേസിൽ നമ്മൾ അതിന്റെ മെച്യൂരിറ്റി ഇൻഡീസസ് പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതൊരു ഫ്രൂട്ട് അല്ലെങ്കിൽ ഒരു വെജിറ്റബിൾ അത് മെച്യൂർ ആയി എന്ന് കാണിക്കുന്ന measurements, that is measurements that can be used to determine whether a particular community is mature or not. അതിനെയാണ് നമ്മൾ മെച്യൂരിറ്റി ഇൻഡീസസ്, ആ ഒരു സൂചകങ്ങളെയാണ് നമ്മൾ മെച്യൂരിറ്റി ഇൻഡീസസ് എന്ന് പറയുന്നത്. അത് പാകമായോ ഇല്ലയോ എന്ന് മനസ്സിലാക്കുന്നത്. ഇനി ഹോർട്ടിക്കൾച്ചറൽ മെച്യൂരിറ്റിയും ഫിസിയോളജിക്കൽ മെച്യൂരിറ്റിയും തമ്മിലുള്ള വ്യത്യാസം. അതായത് ഹോർട്ടിക്കൾച്ചറൽ മെച്യൂരിറ്റി എന്ന് പറയുന്നത് എന്താണ്? ആ ടേം കേൾക്കുമ്പോൾ ഓർക്കുക, ഹോർട്ടിക്കൾച്ചറൽ മെച്യൂരിറ്റി എന്ന് പറയുമ്പോൾ അവിടെ നമുക്ക് വരേണ്ട ഒരു ടേമാണ് കൺസ്യൂമേഴ്സ്. അതായത് ഒരു പർട്ടിക്കുലർ പർപ്പസിന് ഒരു ഫ്രൂട്ട് അല്ലെങ്കിൽ ഒരു വെജിറ്റബിൾ കൺസ്യൂമേഴ്സിന് കഴിക്കാൻ, അതായത് കൺസ്യൂമേഴ്സ് യൂട്ടിലൈസ് ചെയ്യാൻ എടുക്കുന്ന ഒരു പാകമായ സ്റ്റേജ്. ഇപ്പൊ ഞാൻ എപ്പോഴും എക്സാമ്പിൾ പറയുന്നത് വെണ്ടയുടെ കേസിംഗ് ഒക്ര നമ്മൾ എപ്പോഴാണ് കൺസ്യൂമർ, നമ്മൾ ഒക്ര കറി ആവശ്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഒക്ര ഹാർവെസ്റ്റ് ചെയ്യുന്ന സ്റ്റേജ് ഏതാണ്? നമ്മൾ അതിന്റെ ആ ഇമ്മച്ചുവർ ആ ടെൻഡർ പോഡ്സ് ആണ്, ആ ടെൻഡർ പോഡ്സിനെയാണ് നമ്മൾ ഹാർവെസ്റ്റ് ചെയ്യുന്നത്. അത് ഒത്തിരി ദിവസം നിന്ന് കഴിഞ്ഞാൽ എന്ത് പോകും? അത് ഇമ്മച്ചുവർ മീൻസ് അത് മെച്ചുവർ ആവുന്നതനുസരിച്ച് എന്ത് വരുന്നു, അല്ലെങ്കിൽ അത് ഓവറായിട്ട് ഡ്രൈ ആയിട്ട് എന്ത് വരുന്നു, ഫൈബ്രസ് ആയിട്ട് പോകും. അപ്പൊ ആ ഒരു സ്റ്റേജ് അല്ല നമുക്ക് കൺസ്യൂമർക്ക് വേണ്ടത്. അപ്പൊ കൺസ്യൂമർ ആ ഒക്ര ഹാർവെസ്റ്റ് ചെയ്യുന്ന സ്റ്റേജിനെയാണ് അതിന്റെ ഹോർട്ടിക്കൾച്ചറൽ മെച്യൂരിറ്റി എന്ന് പറയുന്നത്. എന്നാൽ അതിനകത്ത് സീഡ് എക്സ്ട്രാക്ട് ചെയ്യുന്ന ഒരു ഫേസ് ഉണ്ട്. സീഡ് എക്സ്ട്രാക്ട് ചെയ്യുന്ന എപ്പോഴാണ്? വെണ്ട കംപ്ലീറ്റ് ഉണങ്ങിയിട്ട്, വെണ്ട ആയിക്കോട്ടെ പയറൊക്കെ ആണെങ്കിലും കംപ്ലീറ്റ് ഉണങ്ങിയതിന് ശേഷമാണ് അതിന് നമ്മൾ സീഡ് എക്സ്ട്രാക്ട് ചെയ്യുന്നത്. എക്സ്ട്രാക്ട് ചെയ്യുന്ന ആ ഒരു സ്റ്റേജ് എത്തുമ്പോഴത്തേക്കും ആ പ്ലാന്റിന്റെ കംപ്ലീറ്റ് ലൈഫ് സൈക്കിൾ അല്ലെങ്കിൽ ആ ഒരു അതിന്റെ കംപ്ലീറ്റ് ലൈഫ് സ്റ്റേജസ് കംപ്ലീറ്റ് ചെയ്തു. അപ്പൊ ആ ഒരു മെച്യൂരിറ്റി, ആ ഒരു ഫേസിനെയാണ് നമ്മൾ ഫിസിയോളജിക്കൽ മെച്യൂരിറ്റി എന്ന് പറയുന്നത്. അതായത് സ്റ്റേജ് ഓഫ് ഡെവലപ്മെന്റ് when the produce completes the development process. ഡെവലപ്മെന്റ് പ്രോസസ് കംപ്ലീറ്റ് ചെയ്യുന്ന സ്റ്റേജിനാണ് നമ്മൾ
ഫിസിയോളജിക്കൽ മെച്യൂരിറ്റി എന്ന് പറയുന്നത്. അപ്പൊ നമുക്കത് ക്ലിയർ കട്ടായിട്ട് ഈ പറയുന്ന ഒത്ര അല്ലെങ്കിൽ നമ്മുടെ എന്താണ് പയറിന്റെ കേസിലൊക്കെ നമുക്ക് പറയാം. അത് നമ്മൾ കൺസ്യൂമർ എടുക്കുന്നത്. അപ്പൊ ഹോർട്ടിക്കൾച്ചറൽ മെച്യൂരിറ്റി കേൾക്കുമ്പോൾ തന്നെ കൺസ്യൂമേഴ്സ് എന്നൊരു വേർഡ് ഇവിടെ വരും. ആ വേർഡ് നിങ്ങൾ ഫിസിയോളജിക്കൽ മെച്യൂരിറ്റി എന്ന് പറയുന്നത് കംപ്ലീറ്റ് ഫിസിയോളജി അല്ലെങ്കിൽ ആ ഡെവലപ്മെന്റ് പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യുന്ന ഫേസ്. ഓക്കെ, അപ്പൊ അതാണ് മെച്യൂരിറ്റി ഇൻഡീസസ്, ഹോർട്ടിക്കൾച്ചറൽ മെച്യൂരിറ്റി ആൻഡ് ഫിസിയോളജിക്കൽ മെച്യൂരിറ്റി, ഈ ടേംസ് തമ്മിലുള്ള വ്യത്യാസം. അടുത്തത് ചൂസ് ദ കറക്റ്റ് ഓപ്ഷൻ. കുറച്ച് ക്രോപ്സിന്റെ മെച്യൂരിറ്റി ഇൻഡീസസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഏതാണ് കറക്റ്റ് ഓപ്ഷൻ? ടാപ്ക സ്റ്റേജ് മാംഗോ പറയുന്നു, ടീ സ്റ്റേജ് ആപ്പിൾ, ഫ്ലാറ്റനിങ് ഓഫ് ഐസ് പൈനാപ്പിൾ ആൻഡ് ഓൾ ഓഫ് ദീസ്. ഏതാണ്? ഓൾ ഓഫ് ദിസ്. ഓൾ ഓഫ് ദീസ് എല്ലാം ശരിയാണെന്ന് പറയുന്നുണ്ട്. യെസ്, എല്ലാം കറക്റ്റ് ആണ്. അതായത് ടാപ്ക സ്റ്റേജ് ആണ്. നമുക്ക് ഓരോന്ന് ജസ്റ്റ് നോക്കാം. മാംഗോയുടെ മെച്യൂരിറ്റി ഇൻഡീസസ് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു മാംഗോ ക്രോപ്പ് പൊടിച്ചപ്പം. ഫുൾനെസ് ഓഫ് ഷോൾഡേഴ്സ്, പീൽ കളർ, അത് ഒരു ഡാർക്ക് ഗ്രീനിൽ നിന്ന് ഒലീവ് ഗ്രീൻ ആയിട്ട് മാറുന്നു. പിന്നെ ഒരു 1 or 2 റൈപ്പ് ഫ്രൂട്ട്സ്, 1 or 2 പാകമായ ഫ്രൂട്ട്സ് എന്താ നോർമലി എന്താ പറയാ താഴേക്ക് പൊഴിഞ്ഞു വീഴാറുണ്ട്. അപ്പൊ അതിനെയാണ് നമ്മൾ ടാപ്ക സ്റ്റേജ് എന്ന് പറയും. പിന്നെ ഇമ്പോർട്ടന്റ് ആണ് സ്പെസിഫിക് ഗ്രാവിറ്റി. ഈ സ്പെസിഫിക് ഗ്രാവിറ്റിന്റെ വാല്യൂ ഓർത്തിരിക്കുക. ചില എക്സാമ്പിൾക്ക് ചോദിച്ചിട്ടുണ്ട്. 1.01 to 1.02 ആണ് മെച്യൂരിറ്റി ഇൻഡീസ് സ്പെസിഫിക് ഗ്രാവിറ്റി. അടുത്തത് പൈനാപ്പിൾ. പൈനാപ്പിളിന്റെ കേസിൽ നമുക്ക് പൊതുവെ മെച്യൂരിറ്റി ഇൻഡീസസ് പല രീതിയിൽ പറയാം. കമ്പ്യൂട്ടേഷണൽ മെത്തേഡ് ഉണ്ട്. കമ്പ്യൂട്ടേഷണൽ മെത്തേഡ് എന്ന് പറയുന്നത് നമ്മൾ കലണ്ടർ ഡേറ്റിന്റെ രീതിയിൽ പറയുന്നത്. അതുപോലെ തന്നെ ഫിസിക്കൽ മെത്തേഡ് ഉണ്ട്. ഫിസിക്കൽ മെത്തേഡിലാണ് നമ്മൾ അതിന്റെ സൈസും അല്ലെങ്കിൽ കളറ് മറ്റു കാര്യങ്ങളൊക്കെ പറയുന്നത്. അതുപോലെ തന്നെ കെമിക്കൽ മെത്തേഡ് ഉണ്ട്. കെമിക്കൽ മെത്തേഡിലാണ് നമ്മൾ അതിന്റെ TSS ഇത്രയുണ്ട് അല്ലെങ്കിൽ അസിഡിറ്റിയുടെ ബേസിൽ നമ്മൾ പറയുന്നത്. കെമിക്കൽ കണ്ടന്റിന്റെ ബേസിൽ പറയുന്നത് കെമിക്കൽ മെത്തേഡ്, അല്ലെങ്കിൽ എഥിലീൻ ഇവല്യൂഷൻ റേറ്റോ അല്ലെങ്കിൽ റെസ്പിറേഷൻ റേറ്റോ അതിന്റെയൊക്കെ ബേസിൽ നമ്മളൊരു മെച്യൂരിറ്റിയെ പറയുകയാണെങ്കിൽ അത് ഫിസിയോളജിക്കൽ മെത്തേഡ്സ്. ഇങ്ങനെ 4 മെത്തേഡ്സ് ഉണ്ട് മെച്യൂരിറ്റി മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട്. അതിനകത്ത് പറഞ്ഞാണ് കലണ്ടർ ഡേറ്റ്. കലണ്ടർ ഡേറ്റിന്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ 105 to 130 ഡേയ്സ് എടുക്കുന്നു, അല്ലെങ്കിൽ 15 to 18 മന്ത്സ് ഫോർ മെച്യൂരിറ്റി. നമ്മൾ അറിയാം പൈനാപ്പിൾ നട്ടു കഴിഞ്ഞാൽ അറൗണ്ട് ഒരു 15 to 18 മാസം, ചിലപ്പം അതിൽ കൂടുതൽ. ഇപ്പം ക്രൗണോ മറ്റു പാർട്ടോ ഒക്കെ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ പ്രൊപ്പഗേറ്റിംഗ് മെറ്റീരിയൽ എടുക്കുന്നതെങ്കിൽ അറൗണ്ട് 22 മന്ത്സ് വരെ എടുക്കും. ഹാപ്പാസോ സ്ലിപ്സ് നമ്മുടെ പ്രൊപ്പഗേറ്റിംഗ് മെറ്റീരിയൽ മാറുന്നതനുസരിച്ച് അതിന്റെ മെച്യൂരിറ്റിയുടെ അല്ലെങ്കിൽ അതിന്റെ ക്രോപ്പിന്റെ ഡ്യൂറേഷൻ മാറും. അപ്പൊ ഒരു പൊതുവെ ഒരു 15 മുതൽ 18 1.5 വർഷമൊക്കെയാണ് യൂഷ്വലി എന്തിനെടുക്കുന്നത്, പൈനാപ്പിൾ എടുക്കുന്നത്. പിന്നെ നമുക്ക് എടുത്തു പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഫ്ലാറ്റനിങ് ഓഫ് ഐസ്. അതായത് പൈനാപ്പിൾ മെച്യൂർ ആകുമ്പോഴത്തേക്കും അതിന്റെ ആ ഒരു ഐസ് ഉണ്ടല്ലോ അതിങ്ങനെ ഫ്ലാറ്റനിങ് ഓഫ് ഐസ് സംഭവിക്കുന്നു. സ്പെസിഫിക് ഗ്രാവിറ്റി 0.98 to 1.08. ഇവിടെ ഓർത്തിരിക്കേണ്ടത് ഫ്ലാറ്റനിങ് ഓഫ് ഐസ് ആണ്. നമ്മൾ ഓരോ ക്രോപ്പ് പറയുമ്പോഴും ആ ക്രോപ്പിന്റെ സ്പെസിഫിക് ആയിട്ടുള്ള മെച്യൂരിറ്റി ഇൻഡീസസ് മസ്റ്റ് ആയിട്ട് നിങ്ങൾ നോക്കാം. മാംഗോ എന്ന് കേൾക്കുമ്പോൾ തന്നെ ടാപ്ക സ്റ്റേജ് നമുക്ക് ഓർമ്മ വരണം. പൈനാപ്പിൾ എന്ന് കേൾക്കുമ്പോൾ തന്നെ ഫ്ലാറ്റനിങ് ഓഫ് ഐസ് ഓർമ്മ വരണം. അതുപോലെ തന്നെ ആപ്പിൾ നേരത്തെ പറഞ്ഞത് ടീ സ്റ്റേജ്. ആപ്പിളിന്റെ ടീ സ്റ്റേജ് വളരെ സിമ്പിൾ ആയിട്ടുള്ള സംഭവമാണ്. നമുക്കറിയാം ആപ്പിൾ ഇങ്ങനെ മെച്ചുറായി വരുമ്പോഴത്തേക്കും നമുക്ക് ഇവിടെ നമ്മുടെ ഇംഗ്ലീഷ് ആൽഫബറ്റിലെ ടി പോലെ ഡെവലപ്മെന്റ് ഓഫ് ടി സ്റ്റേജ്, ബോട്ടം പാർട്ട് ഓഫ് ദ ഫ്രൂട്ടും അതിനുള്ള സ്റ്റോക്കും ഇവിടെ നോക്കി നമുക്ക് ഈ ഒരു കറക്റ്റ് ടി ഡെവലപ്പ് ചെയ്യും. ഇത് ഈ ഒരു സ്റ്റേജിനെയാണ് നമുക്ക് എന്ന് പറയുന്നത് ഡെവലപ്മെന്റ് ഓഫ് ടി സ്റ്റേജ് എന്ന് പറയുന്നത്. മറ്റൊരു മെച്യൂരിറ്റി ഇൻഡെക്സ് റിലേറ്റ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. എ ഡൾ ഹോളോ സൗണ്ട് വെൻ ടാബ്ഡ് ഈസ് ദ മെച്യൂരിറ്റി ഇൻഡെക്സ് ഓഫ് ഡാഷ് ക്രോപ്പ്. ഏതിന്റെയാണ്? ഓപ്ഷൻ സി പറയുന്നത് വാട്ടർമെലന്റെ പറയുന്നത്. വാട്ടർമെലൺ എല്ലാവരും പറഞ്ഞത്. യെസ്, ആൻസർ ഈസ് വാട്ടർമെലൺ. അതായത് നമ്മുടെ തണ്ണിമത്തൻ നമുക്ക് പാകമായി കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ വിരലുകൊണ്ട് തട്ടി നോക്കി കഴിഞ്ഞാൽ ഒരു ഡൾ ഹോളോ സൗണ്ട് കേൾക്കും. ഇമ്മച്ചുവർ ആയിട്ടുള്ള തണ്ണിമത്തനാണെങ്കിൽ എന്താ കേൾക്കുന്നത്? ഒരു മെറ്റാലിക് സൗണ്ട് കേൾക്കും. അതുകൂടി ഓർത്തിരിക്കുക. അത് നമുക്ക് ക്വസ്റ്റ്യൻസിലൊക്കെ ചോദിച്ചിട്ടുള്ളതാണ്. ഇത് കൂടാതെ നമുക്ക് തണ്ണിമത്തൻ ഗ്രൗണ്ടിൽ ടച്ച് ചെയ്യുന്ന ആ ഒരു പോർഷൻ യെല്ലോ കളർ ആയിട്ട് വരും. ഇതൊക്കെ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. മസ്കുമെലണിലാണെങ്കിൽ എന്ത് സ്റ്റേജ് ആയിരുന്നു? മസ്കുമെലണിൽ നമ്മൾ എന്തിന്റെ ബേസിലായിരുന്നു മസ്കുമെലണിന്റെ മെച്യൂരിറ്റി ഇൻഡെക്സ് പറയുന്നത്? മസ്കുമെലണിന്റെ നമ്മൾ മെച്യൂരിറ്റി ഇൻഡീസസ് നമ്മൾ വെജിറ്റബിൾസ് പഠിച്ചപ്പോൾ പറഞ്ഞതല്ലേ, നമ്മൾ വാട്ടർമെലണിന്റെ കേസ് പറഞ്ഞ പോലെ തന്നെ മസ്കുമെലണിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? അതിന്റെ നമ്മൾ ഫുൾ സ്ലിപ്പ് സ്റ്റേജ് എന്ന് പറയും. മസ്കുമെലൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഷമാമ്, ഹാഫ് സ്ലിപ്പ്, ഫുൾ സ്ലിപ്പ്, അങ്ങനെ ചില സ്റ്റേജസ് പറയും. അതായത് നമ്മൾ അതിന്റെ ഫ്രൂട്ട് നമ്മുടെ കൈ കൊണ്ട് ജസ്റ്റ് ഒന്ന് ട്വിസ്റ്റ് ചെയ്യുമ്പോൾ അത് അങ്ങനെ തന്നെ ഒരു ചെറിയ സ്മോൾ ഒരു ജെർക്ക് കൊടുക്കുമ്പോൾ ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് വരികയാണെങ്കിൽ ഫ്രൂട്ട് അതിൽ നിന്നും
ഡിറ്റാച്ച് ചെയ്ത് വരുന്ന സ്റ്റേജാണ് ഫുൾ സ്ലീപ്പ് സ്റ്റേജ് എന്ന് പറയുന്നത്. അല്ല അതിന്റെ പകരം ജസ്റ്റ് അവിടെ തന്നെ ടൈറ്റ് ആയിട്ട് നിൽക്കുന്നതിന് ഹാഫ് സ്ലീപ്പ് സ്റ്റേജ് എന്ന് പറയുന്നത്. അതാണ് മസ്ക് മെലന്റെ കേസിൽ പറയുന്നത്. നമ്മൾ നേരത്തെ അവോക്കാഡോ ഓയിൽ കണ്ടന്റ്, നമ്മൾ കെമിക്കൽ മെത്തേഡ് പറഞ്ഞതിനകത്ത് പറഞ്ഞ ഓയിൽ കണ്ടന്റിന്റെ ബേസിൽ നമ്മൾ മെച്യൂരിറ്റി ഇൻഡിസസ് പറയുന്ന ഒരു ക്രോപ്പാണ് അവോക്കാഡോ എന്ന് പറയുന്നത്. അതുകൂടി ഓർത്തിരിക്കുക. അടുത്തത് ഡാഷ് ഈസ് ദ റാപ്പിഡ് റിമൂവൽ ഓഫ് ഫീൽഡ് ഹീറ്റ് ഫ്രം ദ കമ്മ്യൂണിറ്റീസ്. ഫീൽഡ് ഹീറ്റിന് നമ്മൾ റാപ്പിഡ് ആയിട്ട് റിമൂവ് ചെയ്യുന്ന പ്രോസസ്സിനെ പറയുന്ന പേരെന്താ? പ്രീ കൂളിംഗ്. പ്രീ കൂളിംഗ് യെസ്, കറക്റ്റ് ആൻസർ. പ്രീ കൂളിംഗ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഐഡിയൽ ആയിട്ടുള്ള ഒരു നല്ല പോസ്റ്റ് ഹാർവസ്റ്റ് മാനേജ്മെന്റിന്റെ ഫസ്റ്റ് സ്റ്റേജ് ഇറ്റ് ഷുഡ് ബി പ്രീ കൂളിംഗ് ആയിരുന്നു. അതായത് നമ്മൾ ഏതൊരു കമ്മ്യൂണിറ്റി നമ്മൾ നമ്മുടെ ഫീൽഡിൽ നിന്ന് ഹാർവസ്റ്റ് ചെയ്തതിന് ശേഷം ഫീൽഡിന്റെ ഒരു ഹീറ്റ് ഗ്യാദർ ചെയ്തിട്ടുണ്ടായിരിക്കും. അതാണ് നമ്മൾ ഫീൽഡ് ഹീറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ആ ഫീൽഡ് ഹീറ്റിനെ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ റിമൂവ് ചെയ്തില്ലെങ്കിൽ, ആ റാപ്പിഡ് റിമൂവൽ നടത്തിയില്ല എങ്കിൽ നമ്മൾ ഡയറക്റ്റ് അത് സ്റ്റോർ ചെയ്യുന്നു അല്ലെങ്കിൽ പ്രോസസ്സിങ്ങിന് വിധേയമാക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി അതിനകത്ത് ഈ പറയുന്ന ഡിറ്റീരിയറേഷൻ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. സോ ഒരു ഐഡിയൽ പോസ്റ്റ് ഹാർവസ്റ്റ് മാനേജ്മെന്റിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് പ്രീ കൂളിംഗ് ആയിരിക്കും. എന്താണ് പ്രീ കൂളിംഗ്? റാപ്പിഡ് റിമൂവൽ ഓഫ് ഫീൽഡ് ഹീറ്റ് ഫ്രം ദ കമ്മ്യൂണിറ്റീസ്. ഇറ്റ് ഹാസ് ടു ബി ഡൺ ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ഹാർവസ്റ്റ്. ഇനി ഇതിന്റെ പല ടൈപ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. റൂം കൂളിംഗ്, ഫോഴ്സ്ഡ് എയർ കൂളിംഗ്, ഹൈഡ്രോ കൂളിംഗ്, വാക്വം കൂളിംഗ് ആൻഡ് ഐസ് കൂളിംഗ്. ഓരോന്ന് എന്താണെന്ന് ആ പേരിൽ തന്നെ ജസ്റ്റ് ഉണ്ട്. നമുക്ക് ജസ്റ്റ് ഇതിന്റെ കൂട്ടത്തിൽ അങ്ങ് പറഞ്ഞു. റൂം കൂളിംഗ് എന്ന് പറയുന്നത് നമ്മൾ ഹാർവസ്റ്റ് ചെയ്ത പ്രൊഡ്യൂസിന് നമ്മൾ ഒരു നോർമൽ ഒരു ഇൻസുലേറ്റഡ് റൂമിൽ കൊണ്ടുവന്ന് വെക്കുകയാണ്. അങ്ങനെ വരുമ്പോഴത്തേക്കും തനിയെ ആ പറയുന്ന എന്താ പറയുക ഹീറ്റ് അതിന്റെ പുറത്തുനിന്ന് പോകുന്നതിനെയാണ് റൂം കൂളിംഗ് എന്ന് പറയുന്നത്. ഫോഴ്സ്ഡ് എയർ കൂളിംഗ് എന്ന് പറയുന്നത് നമ്മൾ ഈ പറയുന്ന റൂം കൂളിംഗ് വെച്ചിരിക്കുന്ന സംഭവത്തിന്റെ ആ ഹീറ്റ് പോകുന്ന പ്രോസസ്സിനെ ഒന്ന് നമ്മൾ സ്പീഡപ്പ് ചെയ്യുന്നത് ഒരു വലിയ ഫാനിന്റെയോ മറ്റോ സഹായത്തോടുകൂടി നമ്മൾ എയറിനെ ഫോഴ്സ് ചെയ്ത് നമ്മൾ ഈ പറയുന്ന നമ്മുടെ കമ്മ്യൂണിറ്റീസ് ചിലപ്പോൾ അതൊരു കാർട്ടൺ ബോക്സിലോ അല്ലെങ്കിൽ ട്രേസിലോ വെച്ചിരിക്കുകയായിരിക്കും. അതിന്റെ മേലെ കൂടെ നമ്മൾ ഈ ഹീറ്റിനെ പാസ് ചെയ്ത് എയറിനെ ഫോഴ്സ് ചെയ്ത് വിട്ടിട്ട് നമ്മൾ തണുപ്പിക്കുന്നതിന് ഫോഴ്സ്ഡ് എയർ കൂളിംഗ്. ഹൈഡ്രോ കൂളിംഗ് എന്ന് പറയുന്നത് ഹൈഡ്രോ മീൻസ് വാട്ടർ, വെള്ളത്തിൽ ഇൻവേഴ്സ് ചെയ്ത് പെട്ടെന്ന് എടുത്തിട്ട് നമ്മൾ അതിന്റെ ഫീൽഡ് ഹീറ്റിനെ റിമൂവ് ചെയ്യുന്നതിനാണ് ഹൈഡ്രോ കൂളിംഗ് എന്ന് പറയുന്നത്. ദെൻ വാക്വം കൂളിംഗ് എന്ന് പറയുന്നത് വാക്വം ക്രിയേറ്റ് ചെയ്യുന്നത്, ഒരു കംപ്ലീറ്റ്ലി സ്റ്റീൽഡ് ആയിട്ടുള്ള ഒരു വാക്വം ചേമ്പറിലേക്ക് നമ്മൾ വെച്ചിട്ട് വാക്വം ക്രിയേറ്റ് ചെയ്യുന്നത് യൂഷ്വലി നമ്മൾ ചെയ്യുന്നത് ലീഫി വെജിറ്റബിൾസിലൊക്കെ നമ്മൾ എന്താ ചെയ്യുന്നത്? വാക്വം കൂളിംഗ് ആണ് ചെയ്യുന്നത്. ഐസ് കൂളിംഗ് അല്ലെങ്കിൽ ടോപ്പ് ഐസിംഗ് എന്ന് പറയും. അതായത് നമ്മൾ നമ്മുടെ പ്ലാസ്റ്റിക് ക്രേറ്റ്സിലോ മറ്റോ ഇരിക്കുന്ന ഫ്രൂട്ട് അല്ലെങ്കിൽ വെജിറ്റബിളിന്റെ മേലേക്ക് നമ്മൾ ക്രഷ്ഡ് ഐസ് നമ്മൾ അതിന്റെ ടോപ്പിലൂടെ ഇങ്ങനെ ഇടുകയാണ്. അപ്പം അത് ഇമ്മീഡിയറ്റ്ലി എന്ത് വെക്കുന്നു? അത് വാട്ടർ ആയിട്ട് അത് അതിന്റെ സർഫസിന് നമ്മൾ ആ ഫീൽഡ് ഹീറ്റിന് റിമൂവ് ചെയ്യുന്നു. അതാണ് ഐസ് കൂളിംഗിൽ സംഭവിക്കുന്നത്. അപ്പം റൂം കൂളിംഗ്, ഫോഴ്സ്ഡ് എയർ കൂളിംഗ്, ഹൈഡ്രോ കൂളിംഗ് ആൻഡ് വാക്വം കൂളിംഗ്, ഐസ് കൂളിംഗ്. ഇത്രയുമാണ് പ്രീ കൂളിംഗിന്റെ ഡിഫറെന്റ് ടൈപ്സ് എന്ന് പറയുന്നത്. അപ്പം അത് ക്ലിയർ ആണല്ലോ. പ്രീ കൂളിംഗ് എന്ന് പറയുന്നത് എന്താണെന്നുള്ളതും അതിന്റെ ടൈപ്സ് അറിഞ്ഞിരിക്കുക. വാക്വം കൂളിംഗ് നമ്മൾ ലീഫി വെജിറ്റബിൾസിൽ യൂസ് ചെയ്യുന്നത് അറിഞ്ഞിരിക്കുക. അടുത്തത് സ്റ്റോറേജ് ആസ്പെക്ട്സിലുള്ളതാണ്. വാട്ട് ഈസ് ദ പ്രിൻസിപ്പിൾ ഓഫ് സീറോ എനർജി കൂൾ ചേമ്പർ? സീറോ എനർജി കൂൾ ചേമ്പറിന്റെ വർക്ക് പ്രിൻസിപ്പിൾ എന്താണ്? കണ്ടക്ഷൻ ആണോ, കൺവെക്ഷൻ ആണോ, ഇവാപറേറ്റീവ് കൂളിംഗ് ആണോ? ഇത് നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. എന്താണ്? ഇവാപറേറ്റീവ് കൂളിംഗ്. ഇവാപറേറ്റീവ് കൂളിംഗ്, യെസ് കറക്റ്റ് ആണ്. ഇവാപറേറ്റീവ് കൂളിംഗ് നമ്മൾ മുന്നത്തെ ക്ലാസ്സുകളിലും പറഞ്ഞിട്ടുണ്ട്. ഇവാപറേറ്റീവ് കൂളിംഗ് വഴിയാണ് സീറോ എനർജി കൂൾ ചേമ്പർ. അത് എവിടെ ഡെവലപ്പ് ചെയ്താണ് സീറോ എനർജി കൂൾ ചേമ്പർ? സീറോ എനർജി കൂൾ ചേമ്പർ എവിടെ ഡെവലപ്പ് ചെയ്തയാ? മറന്നുപോയോ? നമ്മൾ അതിന് എന്താ സ്പെസിഫിക് ആയിട്ട് പറയുന്ന പേരെന്താ? പൂസ സീറോ എനർജി കൂൾ ചേമ്പർ എന്നാണ്. അപ്പൊ അത് എവിടെ ഡെവലപ്പ് ചെയ്തായിരിക്കും? പൂസ സീറോ എനർജി കൂൾ ചേമ്പർ എന്ന് പറഞ്ഞ പേര് വന്ന് എവിടെ ഡെവലപ്പ് ചെയ്തതാണ്? IRA. എന്താ എല്ലാവർക്കും പറയാൻ ഇത്രയും താമസം? IRAയിൽ ഡെവലപ്പ് ചെയ്താണ് സീറോ എനർജി കൂൾ ചേമ്പർ. അതൊരു ലോ കോസ്റ്റ് സ്റ്റോറേജ് സ്ട്രക്ചർ ആണ്. ഫാം ലെവൽ, ലോ കോസ്റ്റ്, ഷോർട്ട് ടേം സ്റ്റോറേജ് സ്ട്രക്ചർ. ഈ ടേംസ് ഒക്കെ ഇമ്പോർട്ടന്റ് ആണ്. ഫാം ലെവലിൽ തന്നെ നമ്മൾ കൃഷി ചെയ്യുന്ന ഫാമിൽ തന്നെ ലെവലിൽ കുറച്ച് കാലത്തേക്ക് ഷോർട്ട് ടേം ഒരു കുറച്ച് ദിവസത്തേക്ക് നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റുന്ന ഒരു ലോ കോസ്റ്റ് സ്റ്റോറേജ് സ്ട്രക്ചർ. ഫാം ലെവൽ, ഷോർട്ട് ടേം, ലോ കോസ്റ്റ് സ്റ്റോറേജ് സ്ട്രക്ചർ ആണ് എന്തെന്ന് പറയുന്നത് സീറോ എനർജി കൂൾ ചേമ്പർ. അത് IRA ഡെവലപ്പ് ചെയ്തതിന് പൂസ സീറോ എനർജി കൂൾ ചേമ്പർ എന്നാണ് നമ്മൾ പൊതുവെ പറയുന്നത്. അടുത്തത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ആൻ എഥിലീൻ അബ്സോർബർ? പലതരത്തിലുള്ള അബ്സോർബേഴ്സ് അല്ലെങ്കിൽ സ്കാവഞ്ചേഴ്സ് നമുക്ക് വരുന്നത് എഥിലീൻ അബ്സോർബേഴ്സ്. ഈ കൊടുത്തിരിക്കുന്നത് ഏതാണ്?
സിലിക്ക ജെൽ, ആക്ടിവേറ്റഡ് ചാർക്കോൾ, പൊട്ടാസ്യം പെർമാംഗനേറ്റ്, ഓൾ ഓഫ് ദി എബോവ്. ഓൾ ഓഫ് ദി All of the above. ഓൾ ഓഫ് ദി എബോവ് പറയുന്നത് നമുക്ക് നോക്കാം. യെസ്, ആൻസർ കറക്റ്റ് ആണ്. എല്ലാം തന്നെ എഥിലീൻ അബ്സോർബേഴ്സ് ആണ്. സിലിക്ക ജെല്ലി, ആക്ടിവേറ്റഡ് ചാർക്കോൾ, പൊട്ടാസ്യം പെർമാംഗനേറ്റ് ഒക്കെ. അപ്പൊ നമ്മൾ ഈ എഥിലീൻ അബ്സോർബേഴ്സിന്റെ ഒക്കെ കഥ പറയുന്നതിന് മുന്നേ നമുക്ക് ഈ പറയുന്ന സ്റ്റോറേജ് സിസ്റ്റംസ്, അതായത് നമ്മൾ നേരത്തെ സീറോ എനർജി കൂൾ ചെയ്യുമ്പോൾ പറയുന്നത് ലോ കോസ്റ്റ് സ്റ്റോറേജ് സ്ട്രക്ചേഴ്സ് ആണ്. ഇനി നമുക്ക് ഹൈ കോസ്റ്റ് അഡ്വാൻസ്ഡ് സ്റ്റോറേജ് സ്ട്രക്ചേഴ്സ് ഉണ്ട്. അതിനകത്ത് വരുന്നതാണ് നമുക്ക് കൺട്രോൾഡ് അറ്റ്മോസ്ഫിയറിക് സ്റ്റോറേജ്, മോഡിഫൈഡ് അറ്റ്മോസ്ഫിയറിക് സ്റ്റോറേജ്, ഹൈപ്പോബാരിക് സ്റ്റോറേജ് അല്ലെങ്കിൽ റെഫ്രിജറേറ്റഡ് സ്റ്റോറേജ്, ഇങ്ങനെ കുറച്ച് സ്റ്റോറേജ് സിസ്റ്റംസ് ഉണ്ട് ഹൈ കോസ്റ്റിൽ. അതിനകത്ത് വരുന്നതാണ് കൺട്രോൾഡ് അറ്റ്മോസ്ഫിയർ സ്റ്റോറേജ് എന്ന് പറയുന്നത്. കൺട്രോൾഡ് എന്ന് പറയുമ്പോൾ എന്താണ്? കൺട്രോൾഡും മോഡിഫൈഡും ഇത് തമ്മിലുള്ള വ്യത്യാസം നമുക്ക് അറിഞ്ഞിരിക്കണം. കൺട്രോൾഡ് എന്ന് പറയുന്ന പേരിൽ തന്നെ, അതായത് നമുക്ക് തിരിച്ചു വായിക്കാം, സ്റ്റോറേജ് അറ്റ്മോസ്ഫിയർ നമ്മൾ കൺട്രോൾ ചെയ്യാണ്. അപ്പം ഒരു സ്റ്റോറേജ് അറ്റ്മോസ്ഫിയറിൽ നമ്മൾ എന്തിനൊക്കെ കൺട്രോൾ ചെയ്യുന്നത്? ഗേഷ്യസ് അറ്റ്മോസ്ഫിയർ അല്ലെങ്കിൽ ഗേഷ്യസ് ലെവൽ, ദാറ്റ് ഈസ് ഗ്യാസസ് അറൌണ്ട് immediate surface of community is to be pre-determined level throughout the storage period. നമ്മൾ കൺട്രോൾഡ് അറ്റ്മോസ്ഫിയർ സ്റ്റോറേജ് എന്ന് ആലോചിക്കുമ്പോൾ നിങ്ങൾ ഇതുപോലത്തെ ഒരു വലിയൊരു ഗോഡൗൺ അല്ലെങ്കിൽ ഒരു വലിയൊരു റൂം ഓർക്കുക. അപ്പൊ അതിനകത്ത് ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ് അളവിനെ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുക? കൺട്രോൾ ചെയ്ത് നിർത്തുന്നതിനെയാണ് കൺട്രോൾഡ് അറ്റ്മോസ്ഫിയറിക് സ്റ്റോറേജ്. അതിന് വേണ്ടിയിട്ട് പലതരത്തിലുള്ള സംവിധാനങ്ങളുണ്ട്. ആ ഓരോ കൺട്രോൾ ആൻഡ് മോണിറ്ററിംഗ് സിസ്റ്റംസ് ആണ് പറയുന്നത് ഓക്സിജൻ ഗ്യാസിനെ കൺട്രോൾ ചെയ്യാൻ. അതായത് ഓക്സിജന്റെ അളവ് കൂടുതലാണ്, നമുക്ക് അതിനെ കുറയ്ക്കണമെങ്കിൽ അതിനകത്ത് നമുക്കൊരു ലിക്വിഡ് നൈട്രജൻ അല്ലെങ്കിൽ നൈട്രജൻ ജനറേറ്റേഴ്സ് യൂസ് ചെയ്യാം. ഇനി ഓക്സിജൻ അബ്സോർബേഴ്സ്, ഓക്സിജൻ കൂടുതലാണ്, നമുക്ക് അതിന് ഓക്സിജൻ അബ്സോർബേഴ്സ് ഉണ്ട്. അതാണ് അബ്സോർബേഴ്സ് അല്ലെങ്കിൽ സ്ക്രബ്, സ്കാവഞ്ചേഴ്സ് എന്ന് പറയും. ഫെറസ് ഓക്സൈഡ്, അയൺ പൗഡർ അല്ലെങ്കിൽ ഏജിലസ് എന്ന് പറയുന്ന ഒരു കൊമേഴ്ഷ്യൽ ഫോർമുലേഷൻ ആണത്. അപ്പം അത്തരത്തിലുള്ള ഓക്സിജൻ അബ്സോർബേഴ്സ് നമുക്ക് എന്ത് ചെയ്യാം? യൂസ് ചെയ്യാം, ഓക്സിജന് എക്സസ് ഓക്സിജൻ അബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ട്. അടുത്തതായിട്ട് ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഇൻക്രീസ് ചെയ്യണം. ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഓക്സിജൻ കുറവാണെങ്കിൽ നമ്മൾ ഓക്സിജൻ കൂട്ടുന്നത് എങ്ങനെയാണ്? വെന്റിലേഷൻ, അതായത് നമുക്ക് വെന്റിലേഷൻ പ്രൊവൈഡ് ചെയ്യാം. ഇനി ഈ പറഞ്ഞ പോലെ ഓക്സിജന്റെയും അതുപോലെ കാർബൺ ഡൈ ഓക്സൈഡിന്റെ ഒക്കെ അളവിനെ നിയന്ത്രിക്കാൻ അല്ലെങ്കിൽ മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എക്യുപ്മെന്റ്സ് ഉണ്ട്. ഓക്സിസ്റ്റാറ്റ് എന്നൊക്കെ പറയുന്ന ഹൈലി എക്യുപ്ഡ് സിസ്റ്റമാണ് കൺട്രോൾഡ് അറ്റ്മോസ്ഫിയറിക് സ്റ്റോറേജ്. കുറെ സംവിധാനങ്ങളുള്ള കമ്പ്യൂട്ടറൈസ്ഡ് ആയിട്ടുള്ള കുറെ സംവിധാനങ്ങളുള്ള ഒരു വലിയ സ്റ്റോറേജ് റൂം ആലോചിക്കുക നിങ്ങൾ കൺട്രോൾഡ് അറ്റ്മോസ്ഫിയറിക് സ്റ്റോറേജ് നോക്കും. അടുത്തതായിട്ട് കാർബൺ ഡൈ ഓക്സൈഡ്. ഇപ്പൊ ഓക്സിജന്റെ അളവ് കൂടിയാൽ കുറഞ്ഞാൽ എന്ത് ചെയ്യാന്നുള്ളത് കണ്ടു. അതുപോലെ തന്നെ കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് നമുക്ക് കൂട്ടണം. ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി ഡ്രൈ ഐസ് അല്ലെങ്കിൽ പ്രഷറൈസ്ഡ് ഗ്യാസ് സിലിണ്ടേഴ്സ് വഴി കാർബൺ ഡൈ ഓക്സൈഡ് കൂട്ടാം. ഇനി കുറയ്ക്കാനാണെങ്കിൽ നമുക്ക് ആക്ടിവേറ്റഡ് ചാർക്കോൾ, സോഡിയം ഹൈഡ്രോക്സൈഡ്, ഹൈഡ്രേറ്റഡ് ലൈം പോലെയുള്ള കാര്യങ്ങൾ ഉപയോഗിക്കാം. അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ് എഥിലീൻ. എഥിലീൻ എപ്പോഴും കുറഞ്ഞായിരിക്കണം. എഥിലീൻ ടു ിക്കാൻ വേണ്ടിയിട്ട് എഥിലീൻ എന്ന് പറയുന്ന റൈപ്പനിങ് ഹോർമോൺ ആണെന്ന് എല്ലാവർക്കും അറിയാം. അപ്പൊ നമുക്ക് ആ എക്സസ് എഥിലീൻ നമുക്ക് അബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാം? എഥിലീൻ അബ്സോർബേഴ്സ് യൂസ് ചെയ്യാം. അത് ഇമ്പോർട്ടന്റ് ആണ്. പൊട്ടാസ്യം പെർമാംഗനേറ്റ്, സിലിക്ക ജെൽ, ആക്ടിവേറ്റഡ് ചാർക്കോൾ ഇതെല്ലാമാണ് കോമൺലി യൂസ്ഡ് ആയിട്ടുള്ള എഥിലീൻ അബ്സോർബേഴ്സ് എന്ന് പറയുന്നത്. എഥിലീനെ അബ്സോർബ് ചെയ്യുന്നു, എക്സസ് ആയിട്ടുള്ള എഥിലീൻ എന്ത് ചെയ്യുന്നു? അത് വലിച്ചെടുക്കുന്നു. അതിന് എഥിലീൻ അബ്സോർബർ ആണെങ്കിൽ സ്കാവഞ്ചേഴ്സ് എന്ന് പറയുന്നത്. ഇനി മറ്റൊരു സിസ്റ്റമാണ് മോഡിഫൈഡ് അറ്റ്മോസ്ഫിയറിക് സ്റ്റോറേജ് എന്ന് പറയുന്നത്. ഇതൊരു മോഡിഫൈഡ് അറ്റ്മോസ്ഫിയറിക് സ്റ്റോറേജ് കം പാക്കേജിങ്. നമ്മൾ നേരത്തെ വലിയൊരു ഗോഡൌണോ അല്ലെങ്കിൽ ഒരു റൂമിലോ എല്ലാ സംവിധാനങ്ങളും കമ്പ്യൂട്ടർ കോഴ്സ് നമ്മളെല്ലാം ചെയ്യുന്ന ഒരു കമ്പ്യൂട്ടർ സിസ്റ്റം അല്ലെങ്കിൽ ഒരു അഡ്വാൻസ്ഡ് സിസ്റ്റം. അതിന് പകരം നമ്മൾ ഇവിടേക്ക് വരുമ്പം നിങ്ങൾ ഇതുപോലെയുള്ള ഫുഡ് പ്രൊഡക്ട്സിനെ പാക്ക് ചെയ്തിരിക്കുന്ന ചെറിയൊരു പാക്കേജ് ആണ് നിങ്ങൾ ഓർക്കുന്നത്. അതായത് നമ്മൾ ഇവിടെ മോഡിഫൈഡ് അറ്റ്മോസ്ഫിയറിക് സ്റ്റോറേജ് തിരിച്ചു വായിച്ചു കഴിഞ്ഞാൽ എന്താണ്? സ്റ്റോറേജ് അറ്റ്മോസ്ഫിയറിനെ നമ്മളൊന്ന് മോഡിഫൈ ചെയ്യാണ് ചെയ്യുന്നത്. നമുക്കത് രണ്ട് തരത്തിൽ ചെയ്യാം. പാസീവ് മോഡിഫൈഡ് അറ്റ്മോസ്ഫിയറും അതുപോലെ തന്നെ ആക്റ്റീവ് മോഡിഫൈഡ് അറ്റ്മോസ്ഫിയറും. പാസീവ് എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മൾ ഇതുപോലെയുള്ളൊരു എന്താ പറയാ ഒരു പാക്കേജിങ് മെറ്റീരിയൽ, ആ പാക്കേജിങ് മെറ്റീരിയലിൽ ഒരു കവറിംഗ് മെറ്റീരിയൽ ഉണ്ടായിരിക്കും. ആ മെറ്റീരിയലും അതിനകത്ത് നമ്മൾ വെക്കുന്നത് തക്കാളി അല്ലെങ്കിൽ ക്യാരറ്റ് എന്താണോ വെക്കുന്നത് ആ പ്രൊഡ്യൂസ് ചെയ്തൊരു റെസ്പിറേഷൻ ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ടായിരിക്കും. അപ്പൊ അതിന്റെ റെസ്പിറേഷൻ ക്യാരക്ടറിസ്റ്റിക്സുമായിട്ട് മാച്ച് ചെയ്യുന്ന നമ്മളൊരു എന്ത് ചെയ്യുന്നു? ഒരു പാക്കേജിങ് മെറ്റീരിയൽ, അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഒരു പാക്കേജിങ് മെറ്റീരിയൽ നമ്മൾ സെലക്ട് ചെയ്യുന്നു. അപ്പൊ ഓട്ടോമാറ്റിക്കലി അതിന്റെ ആ ഒരു ഗേഷ്യസ് അറ്റ്മോസ്ഫിയറിൽ നമ്മൾ ആ ഒരു മോഡിഫിക്കേഷൻ അവിടെ വരുന്നുണ്ട്. ആ പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് എന്താണോ ഇരിക്കുന്നത് അതിന് യോജിച്ച മെറ്റീരിയൽ എടുക്കുന്നു. അതാണ് പാസീവ് മോഡിഫൈഡ്. പാസീവ് എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യുന്നില്ല,
ആക്റ്റീവ് മോഡിഫയർ അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത് നമ്മൾ ചില ഫ്രൂട്ട് ബോക്സ് സ്ട്രോബെറി അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വാങ്ങുന്ന സമയത്ത് അതിനകത്ത് ചെറിയ നേരത്തെ കണ്ട പോലെ ചെറിയ സാഷെ പാക്കറ്റ്സ് കാണാം. ഇതെന്ന് പറയുന്നത് എന്താണ്, ഈ പറയുന്ന എഥിലീൻ അബ്സോർബേഴ്സ് അല്ലെങ്കിൽ ഓക്സിജൻ അബ്സോർബേഴ്സ്. അപ്പൊ എന്തെങ്കിലും ഇത്തരത്തിലൊരു കാര്യം ഇൻകോർപ്പറേറ്റ് ചെയ്യുന്നു. അപ്പൊ എന്താ സംഭവിക്കുന്നത്, അപ്പൊ അതിനകത്ത് ഡെവലപ്പ് ചെയ്യുന്ന ആ ഗേഷ്യസ് കോൺസെൻട്രേഷൻ അല്ലെങ്കിൽ ആ പ്രൊഡ്യൂസ് റെസ്പയർ ചെയ്യുന്നതനുസരിച്ച് ഈ പറയുന്ന ഓക്സിജൻ അളവ് കൂടുന്നു. കുറേയൊക്കെ ചെയ്യുമ്പോഴത്തേക്കും ഈ ഓക്സിജൻ അബ്സോർബേഴ്സ് തന്നെ അബ്സോർബ് ചെയ്യുന്നു. അപ്പം അത്തരത്തിൽ എന്ത് പറ്റുന്നു, അറ്റ്മോസ്ഫിയറിനെ മോഡിഫൈ ചെയ്യുന്നതാണ്. നമ്മളൊരു കാര്യം അങ്ങോട്ടേക്ക് ഇൻകോർപ്പറേറ്റ് ചെയ്യുന്നത്. ദാറ്റ് ഇസ് ആക്റ്റീവ് മോഡിഫയർ അറ്റ്മോസ്ഫിയർ. അതാണ് പാസീവ് മോഡിഫയർ അറ്റ്മോസ്ഫിയറും ആക്റ്റീവ് മോഡിഫയർ അറ്റ്മോസ്ഫിയറും തമ്മിലുള്ള വ്യത്യാസം. നമുക്ക് എന്ത് ചെയ്യാം, കൺട്രോൾ അറ്റ്മോസ്ഫിയറിക് സ്റ്റോറേജ് ത്രൂ ഔട്ട് ദ പീരീഡ് നമുക്ക് കൺട്രോൾ ചെയ്യാം. പക്ഷെ ഇവിടെ ഉള്ള ഒരു പോരായ്മ എന്താണ്, നമ്മളിത് വൺസ് പാക്ക് ചെയ്ത് നമ്മൾ കൊണ്ടുപോയി സൂപ്പർ മാർക്കറ്റ് വെക്കുന്നില്ല, എവിടെയെങ്കിലും വെച്ച് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അതായത് നമ്മൾ വൺസ് ഇത് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഈ പറയുന്ന സ്റ്റോറേജ് അറ്റ്മോസ്ഫിയർ നമ്മളിത് മോഡിഫൈ ചെയ്യാണ്. നമുക്ക് ത്രൂ ഔട്ട് ദ സ്റ്റോറേജ് പീരീഡ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ പറയുന്ന ഒരു നമ്മുടെ നിയന്ത്രണം ഇതിന് മേലെ കൊടുക്കാനായിട്ട് പറ്റില്ല. അപ്പൊ ഈ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കിയേ. റീഡ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആൻഡ് ചൂസ് ദ കറക്റ്റ് ഓപ്ഷൻ. ഇത്രയും നേരവും ഞാൻ പറഞ്ഞ കാര്യങ്ങൾ വെച്ചിട്ട് ഇതിനകത്ത് എന്തൊക്കെയാണ് പാസീവ്, ആക്റ്റീവ്, അതിന്റെ മറ്റു കാര്യങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. ഏത് ഓപ്ഷൻ ആയിരിക്കും, ഏത് ഓപ്ഷനാണ്? എ പറയുന്നുണ്ട്. 1, 2, 3 ആർ കറക്റ്റ്. എല്ലാ സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണെന്ന് പറയുന്നുണ്ട്. വേറെ എന്തെങ്കിലും സജഷൻ ഉണ്ടോ? സി പറയുന്നുണ്ട്. 1, 2 കറക്റ്റ് പറയുന്നുണ്ട്, 3 ഇൻകറക്റ്റ്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റായിട്ട് പറയുന്നുണ്ട്. വേറെ എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടോ? നമുക്ക് ആൻസർ നോക്കാം. ആൻസർ ഈസ് ഓപ്ഷൻ സി ആണ്. 3 സ്റ്റേറ്റ്മെന്റ് നമുക്ക് കറക്റ്റ് ആയിട്ട് പറയാൻ പറ്റത്തില്ല. ആദ്യത്തെ 2 സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. ആദ്യത്തെ 2 സ്റ്റേറ്റ്മെന്റ് നമുക്ക് ആദ്യം നോക്കാം. ഇൻ പാസീവ് മോഡിഫയർ അറ്റ്മോസ്ഫിയർ, respiration characteristics of commodity is accurately matched to the permeability of film used for packaging. നേരത്തെ പറഞ്ഞ കാര്യമാണ്. അതിനകത്ത് വെച്ചിരിക്കുന്നത് എന്താണോ അതിന്റെ ഇതുമായിട്ട് മാച്ച് ചെയ്യുന്ന പെർമിയബിലിറ്റി ഉള്ള മെറ്റീരിയൽ യൂസ് ചെയ്യുന്നു. രണ്ടാമത് പറയുന്നത് ആക്റ്റീവ് മോഡിഫയർ അറ്റ്മോസ്ഫിയർ, ഇൻകോർപ്പറേഷൻ ഓഫ് സർട്ടൻ അഡിറ്റീവ്സ് ഇൻ ടു പാക്കേജിംഗ് ഫിലിം ഓർ വിത്തിൻ പാക്കേജിംഗ് കണ്ടെയ്നേഴ്സ്. നമ്മൾ ആ പാക്കേജിംഗ് ഫിലിമിനകത്തൊക്കെ അല്ലെങ്കിൽ കണ്ടെയ്നേഴ്സിലൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, ഈ പറയുന്ന ഓക്സിജൻ അബ്സോർബേഴ്സോ അല്ലെങ്കിൽ എഥിലീൻ അബ്സോർബേഴ്സോ ഒക്കെ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നു. ഓക്കെ. മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് മോഡിഫയർ അറ്റ്മോസ്ഫിയറിക് സ്റ്റോറേജ് കൺട്രോൾ ത്രൂ ഔട്ട് ദ സ്റ്റോറേജ് ലൈഫ് ഈസ് എൻഷ്യൂർഡ് എന്ന് പറയുന്നത്. ആ ഓപ്ഷൻ തെറ്റായിട്ട് പറയുന്നു. എന്താ ശരിക്കും ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? എവിടെയാണ് നമുക്ക് ത്രൂ ഔട്ട് ദ സ്റ്റോറേജ് പീരീഡ് നമുക്ക് എല്ലാം കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത്? എവിടെയായിരുന്നു? എവിടെയാണ് നമുക്ക് ത്രൂ ഔട്ട് ദ സ്റ്റോറേജ് ലൈഫിൽ നമ്മൾ ഈ പറയുന്ന ഗ്യാഷ്യസ് അറ്റ്മോസ്ഫിയറിനെയൊക്കെ മോണിറ്റർ ചെയ്യാനും കൺട്രോൾ ചെയ്യാനും പറ്റുന്നത്? ഹലോ, എവിടെയാ പറഞ്ഞോ? ഹലോ, കൺട്രോൾഡ് അറ്റ്മോസ്ഫിയറിക് സ്റ്റോറേജ്. മോഡിഫയർ അറ്റ്മോസ്ഫിയറിക് സ്റ്റോറേജ് നമ്മൾ എന്താ ചെയ്യുന്നത്? നമുക്ക് ആ ഇനീഷ്യൽ കൺട്രോൾ ഉള്ളില്ല, ഇനീഷ്യൽ കൺട്രോൾ മാത്രമേ ഉള്ളൂ. നമ്മൾ പാക്ക് ചെയ്യുന്ന ആ ഒരു സമയത്തൊക്കെ ഉള്ളൂ ഒരു ചെറിയ ഷോർട്ട് ടേമിലേക്കുള്ള അല്ലെങ്കിൽ ആ ഒരു ഇനീഷ്യൽ കൺട്രോൾ മാത്രമാണ് നമുക്ക് അവിടെ വരുന്നത്. സോ ആൻസർ ഈസ് ഓപ്ഷൻ സി. ഫസ്റ്റ് 2 സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണ്, തേർഡ് സ്റ്റേറ്റ്മെന്റ് ഈസ് ഇൻകറക്റ്റ്. ഓക്കെ. അടുത്തത് ഇനി വാല്യൂ അഡീഷന്റെ കുറച്ച്, അതായത് വാല്യൂ ആഡഡ് പ്രൊഡക്ട്സ്. കോമൺ ആയിട്ട് നമുക്ക് കുറച്ച് പ്രൊഡ്യൂസിൽ നിന്ന് ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ കുറച്ച് ക്രോപ്സിൽ നിന്ന് ഉണ്ടാക്കുന്ന വാല്യൂ ആഡഡ് പ്രൊഡക്ട്സ്. ടൊമാറ്റോ നമുക്കറിയാം, ടൊമാറ്റോക്ക് ഒരുപാട് കാര്യങ്ങൾ, ടൊമാറ്റോയുടെ പേസ്റ്റ് ഉണ്ട്, ടൊമാറ്റോ പൗഡർ, ജ്യൂസ്, പ്യൂരി, സോസ്, കെച്ചപ്പ്, അങ്ങനെ നമ്മൾ നമ്മുടെ ഡെയിലി ലൈഫിൽ ടൊമാറ്റോ ഒരുപാട് വാല്യൂ ആഡഡ് പ്രൊഡക്ട്സ് നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്നതാണ്. അടുത്തത് നമുക്ക് കുറച്ച് കോമൺ ആയിട്ടുള്ളത് കൊടുത്തിട്ടുണ്ട്. ആഗ്രാപേഡ, ദാറ്റ് ഇസ് ആഷ് ഗോഡ്. പിന്നെ ബീറ്റർ ഗോഡിന്റെ ഡീഹൈഡ്രേറ്റഡ് പിക്കിൾസ് ആയിട്ട് യൂസ് ചെയ്യാം. പൊട്ടറ്റോ ചിപ്സ് ഉണ്ട്, ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ട്, ക്യാബേജിന്റെ സോർക്രോട്ട് ഉണ്ട്, കുക്കുംബറിന്റെ പിക്ലിംഗ് ടൈപ്പ് ജെർക്കിൻസ് ഉണ്ട്, പംകിൻ സീഡ്സ് ഉണ്ട്, ദെൻ ഒണിയൻ ഗാർലിക് ഒക്കെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഉണ്ട്, ടൂട്ടി ഫ്രൂട്ടി, പപ്പായ. ഈ പറയുന്നതിനകത്ത് നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത് സോർക്രോട്ട് പ്രിപ്പയർഡ് ഫ്രം, നമ്മൾ എപ്പോഴും പറയുന്നത് ക്യാബേജിന്റെ ഫെർമെന്റഡ് ലീവ്സ്. അതുപോലെ തന്നെ ഒരു ഇയറിൽ ചോദിച്ച ക്വസ്റ്റ്യൻ ആയിരുന്നു, ഞാനത് ക്വസ്റ്റ്യൻ ഇൻക്ലൂഡ് ചെയ്തിട്ട് ടൂട്ടി ഫ്രൂട്ടി ഈസ് പ്രിപ്പയർഡ് ഫ്രം, എവിടെ നിന്നാണ് പ്രിപ്പയർ ചെയ്യുന്നത്? ദാറ്റ് ഇസ് പ്രിപ്പയർഡ് ഫ്രം പപ്പായ. ആഷ് ഗോഡ് ആഗ്രാപേഡ എവിടെ നിന്നാണ് പ്രിപ്പയർ ചെയ്യുന്നത്? ആഷ് ഗോഡ്. ഇതൊക്കെ കോമൺ ആയിട്ട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ഇത് കൂടാണ്ട് നമുക്ക് വാല്യൂ ആഡഡ് പ്രൊഡക്ട്സിന് ഒരുപാട് ക്വസ്റ്റ്യൻസ്. നാറ്റാഡി കൊക്കോ, നമ്മൾ കോക്കനട്ടിന്റെ കേസിൽ പഠിച്ചിട്ടുണ്ട്, നാറ്റാഡി കൊക്കോ ഈസ് പ്രിപ്പയർഡ് ഫ്രം. അപ്പൊ ഇത്തരത്തിൽ ചില ക്രോപ്സിന്റെ വാല്യൂ ആഡഡ് പ്രൊഡക്ട്സ് അറിഞ്ഞിരിക്കുക. നീര, നാറ്റാഡി കൊക്കോ എന്നൊക്കെ പറയുന്നത് കോക്കനട്ടിൽ നിന്ന് വരുന്നതാണ്. അതായത് ക്യാബേജ് ആണെങ്കിൽ അതിന്റെ സോർക്രോട്ട്,
പപ്പായ ടൂട്ടി ഫ്രൂട്ടി, ദെൻ ആഗ്രാപ്പേഡ, ആഷ് ഗോഡ്, ഇങ്ങനെ കോമൺ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ക്വസ്റ്റ്യൻസിൽ വന്നിട്ടുണ്ട്. അപ്പൊ അതൊന്ന് ഓർത്തിരിക്കുക. വാല്യൂ ആഡഡ് പ്രൊഡക്ട്സിൽ നിന്ന് അങ്ങനെയൊക്കെ ചോദിക്കാനായിരിക്കും സാധ്യതയുള്ളത്. അപ്പൊ ഇത്രയാണ് നമുക്ക് ഹോർട്ടിക്കൾച്ചറൽ പോസ്റ്റ് ഹാർവസ്റ്റ് മാനേജ്മെന്റ് ആസ്പെക്ട്സിൽ നിന്ന് നമുക്ക് വരാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ ആ ഒരു രീതിയിലുള്ള ക്വസ്റ്റ്യൻസ്. ഇനി നമ്മുടെ സിലബസ് തുടങ്ങുന്നത് തന്നെ ഏരിയ പ്രൊഡക്ഷൻ പ്രൊഡക്ടിവിറ്റി അല്ലെങ്കിൽ ഹോർട്ടിക്കൾച്ചറൽ ക്രോപ്സിന്റെ സിനേറിയോ വെച്ചിട്ടാണ്. അപ്പം ആ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് വെച്ചിട്ടാണ്. അപ്പൊ അതിന്റെ ജനറൽ കുറച്ച് കാര്യങ്ങൾ ഇപ്പൊ നമുക്ക് ലേറ്റസ്റ്റ് ആയിട്ടുള്ള നമ്മുടെ പ്രസ് റിലീസ് അനുസരിച്ചിട്ടുള്ള ഡേറ്റ് ആണ് ഈ കൊടുത്തിരിക്കുന്നത്. ഫൈനൽ എസ്റ്റിമേറ്റ്. അപ്പൊ നമ്മൾ എപ്പോഴും ഏതൊരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോഴും ഇതല്ല, നിങ്ങൾ വേറെ ബാങ്ക് എക്സാമുകളൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ആ എക്സാമിനോട് അടുത്ത് വരുന്ന സമയത്ത് നമ്മുടെ ഏരിയ പ്രൊഡക്ഷൻ പ്രൊഡക്ടിവിറ്റിയെ പറ്റിയിട്ടുള്ളൊരു ഏകദേശ ധാരണ ഉണ്ടാക്കി വെക്കുക. അതിന് വേണ്ടിയിട്ട് എപ്പോഴും നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഒന്നുകിൽ നാഷണൽ ഹോർട്ടിക്കൾച്ചറൽ ബോർഡ് NHBയുടെ സൈറ്റ് നോക്കുക, അല്ലെങ്കിൽ മിനിസ്ട്രി ഓഫ് അഗ്രികൾച്ചർ ആൻഡ് ഫാമേഴ്സ് വെൽഫെയർ, ഇങ്ങനെ ഫാമേഴ്സ് വെൽഫെയറിന്റെ സൈറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഇത്തരത്തിൽ കിട്ടും. ഇത് നമുക്ക് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ആ ഒരു സൈറ്റിന്റെ അതേ ഡീറ്റെയിൽസ് തന്നെയാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്, ലേറ്റസ്റ്റ് പ്രസ് റിലീസിലുള്ളത്. അപ്പൊ എപ്പോഴും നിങ്ങൾ നോക്കുന്ന സമയത്ത് ഇങ്ങനെ എന്താ പറയുക, എസ്റ്റിമേറ്റ്, ഫസ്റ്റ് എസ്റ്റിമേറ്റ്, സെക്കൻഡ് എസ്റ്റിമേറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ അങ്ങനെയായിരിക്കും കാണുന്നത്. അപ്പം എപ്പോഴും ആ ഫൈനൽ എസ്റ്റിമേറ്റ് നോക്കുക, അതായിരിക്കും ഫൈനൽ വാല്യൂ ആയിട്ട് പറയുന്നത്. ഇപ്പം 2021-22 ഉണ്ട്. ഇപ്പൊ നമുക്ക് ലേറ്റസ്റ്റ് പറയാൻ പറ്റുന്നത് 2022-23 ഫൈനൽ 2022-23 ഫൈനൽ എസ്റ്റിമേറ്റ് ആണ്. ഇത് 23-24 ഫസ്റ്റ് എസ്റ്റിമേറ്റ് ഇട്ടേക്കുന്നത്. ഇനി കുറച്ച് കഴിയുമ്പോൾ ഒരു സെക്കൻഡ് എസ്റ്റിമേറ്റ് വരും, തേർഡ് എസ്റ്റിമേറ്റ്. ഫൈനലി നമ്മൾ ഈ പറയുന്ന എന്താ പറയുക, ഗ്രോത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പം ലാസ്റ്റ് ഒരു ഫൈനൽ എസ്റ്റിമേറ്റ് വരും. ലേറ്റസ്റ്റ് നമുക്ക് ഫൈനൽ എസ്റ്റിമേറ്റ് അവൈലബിൾ ആണ് 22-23 അപ്പൊ ഏകദേശം 28.44 മില്യൺ ഹെക്ടറിൽ നിന്ന് ഏകദേശം 355.48 മില്യൺ ടൺ പ്രൊഡക്ഷൻ ആണ് നമുക്കുള്ളത്. അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇന്ത്യൻ ഹോർട്ടിക്കൾച്ചർ സെക്ടറിന്റെ ഒരു കോൺട്രിബ്യൂഷനേക്കാണ് ആദ്യം പറയുന്നത്. ഒരു ജസ്റ്റ് ഇൻട്രൊഡക്ഷൻ പോലെ. ഇന്ത്യ ഈസ് കറന്റ് പ്രൊഡ്യൂസിങ് അബൌട്ട് എത്രയാണ്, അബൌട്ട് 355.48 മില്യൺ ടൺസ് ഓഫ് ഹോർട്ടിക്കൾച്ചറൽ പ്രൊഡ്യൂസ് വിച്ച് ഹാസ് സർപാസ്ഡ് ദ ഫുഡ് ഗ്രെയിൻ പ്രൊഡക്ഷൻ. ഓക്കെ, അപ്പം അത്രയധികം പ്രൊഡക്ഷൻ ഉണ്ടെന്നുള്ളത്. ജസ്റ്റ് ആ ഒരു പ്രൊഡക്ഷന്റെ ഒരു ഡിജിറ്റ് ഏകദേശം, ഇത് ഹോർട്ടിക്കൾച്ചറൽ പ്രൊഡ്യൂസ് മാത്രമാണ്. അപ്പൊ ആ ഒരു ഡിജിറ്റ് ഏകദേശം ഏതൊരു ഏരിയയിൽ വന്നിരിക്കും. ഇപ്പം 2020 ഇതിന് മുന്നത്തെ ഉണ്ടായിരുന്ന 2020-21 അന്നേരത്തെ നമ്മുടെ വാല്യൂ എന്ന് പറയുന്നത് ഏകദേശം 338 സംതിങ് ആയിരുന്നു. ഇപ്പം പിന്നീട് അത് കൂടി 355.48 എന്നൊരു ഡിജിറ്റിലേക്ക് മാറിയിട്ടുണ്ട്. അപ്പം ഈ ലേറ്റസ്റ്റ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള പ്രൊഡക്ഷൻ പ്രൊഡക്ടിവിറ്റി ഏരിയ ഡീറ്റെയിൽസ് ഇതാണ്, 28.44 മില്യൺ ഹെക്ടർ. ഓക്കെ, ഇനി ഈ പറയുന്ന കാര്യങ്ങൾ ഇത് ഞാൻ നേരത്തെ പറഞ്ഞ 2021-22 കണക്കാണ്. ഹോർട്ടിക്കൾച്ചർ പ്രൊഡക്ഷൻ 333.25 ആയിരുന്നു, 27.5 മില്യൺ. ഇതിൽ നിന്ന് കുറച്ചും കൂടി നമ്മുടെ ഏരിയ പ്രൊഡക്ഷൻ ഒക്കെ കൂടിയിട്ടുണ്ട്. പിന്നെ എക്സ്പോർട്ട് വാല്യൂ ഒക്കെയാണ്. ഈ വാല്യൂവിന് നിങ്ങൾ കാണാൻ പഠിക്കേണ്ട കാര്യമില്ല. ഈ ഒരു ഡിജിറ്റ് ഏകദേശം ഈ 2021-22 ആണ്. നമ്മുടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള മറ്റേ 355 എന്നുള്ള ഡിജിറ്റ് ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കാം. ബാക്കിയുള്ളത് ഇതിന്റെ എക്സ്പോർട്ട് വാല്യൂയും കാര്യങ്ങളും ഒക്കെ ഒന്ന് അറിയാൻ വേണ്ടിയിട്ട് ആ കണക്കുകൾ കാണിച്ചു എന്നേ ഉള്ളൂ. ഇനി അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു കാര്യമാണ് ഇന്ത്യ ഈസ് ദ സെക്കൻഡ് ലാർജസ്റ്റ് പ്രൊഡ്യൂസർ ഓഫ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ്. അത് നമ്മൾ നമ്മുടെ ഹോർട്ടിക്കൾച്ചറിന്റെ ക്ലാസ്സുകളുടെ ഇൻട്രൊഡക്ഷൻ തൊട്ടേ നമ്മൾ പഠിക്കുന്ന കാര്യമാണ്. ഇതിന്റെ ഫ്രൂട്ടും വെജിറ്റബിളും ഫസ്റ്റ് പ്രൊഡക്ഷനറാണ് ചൈനയാണ്. ചൈന കഴിഞ്ഞാൽ സെക്കൻഡ് ലാർജസ്റ്റ് പ്രൊഡ്യൂസറാണ്. ഇന്ത്യ ഈസ് ദ സെക്കൻഡ് ലാർജസ്റ്റ് പ്രൊഡ്യൂസർ ഓഫ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ്. അത് മറന്നു പോകാൻ പാടില്ല, അത് ഓർത്തിരിക്കും. ഇനി ഇതും 2020-21 കണക്കിലെ ഏരിയ പ്രൊഡക്ഷൻ ആണ്. ഈ ഡിജിറ്റ്സ് ഒക്കെ ജസ്റ്റ് ടേബിളിൽ കൊടുത്തിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ അത് നിങ്ങൾ കാണാൻ പഠിക്കേണ്ട, ഇത് കാണാൻ പഠിക്കാൻ നമുക്ക് ആവശ്യധികം കാര്യങ്ങൾ കാണാൻ പഠിക്കാനുണ്ട്. ജസ്റ്റ് ജനറൽ ആയിട്ടുള്ള ഏരിയ പ്രൊഡക്ഷൻ ഹെക്ടറിൽ നിന്ന് ഏകദേശം 385 മില്യൺ ടൺ പ്രൊഡക്ഷൻ നമുക്കുണ്ട്. അപ്പൊ 28-355 ഈ വാല്യൂ ഒക്കെ ജസ്റ്റ് ഒന്ന് മനസ്സിൽ എവിടെയെങ്കിലും ഇട്ടേക്കാം. ഹോർട്ടിക്കൾച്ചറൽ ക്രോപ്സിന്റെ ആണ് ഞാൻ ഈ പറഞ്ഞത്. ജനറൽ അഗ്രികൾച്ചർ പ്രൊഡക്ഷൻ കൂടി ജസ്റ്റ് നോക്കിയിട്ട് പോകും. ഓക്കെ, അപ്പൊ അത് നോക്കാനായിട്ട് ഇത്രേ ഉള്ളൂ. നമ്മൾ ഏത് എക്സാം, ഞാൻ ഈ അഗ്രികൾച്ചർ ഓഫീസ് എന്നാൽ ഏത് എക്സാമിനാണെങ്കിലും നാഷണൽ ഹോർട്ടിക്കൾച്ചറൽ ബോർഡോ അല്ലെങ്കിൽ മിനിസ്ട്രി ഓഫ് അഗ്രികൾച്ചർ ആൻഡ് ഫാമേഴ്സ് വെൽഫെയറിന്റെ സൈറ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനകത്ത് ഉണ്ടാവും ലേറ്റസ്റ്റ് പ്രസ് റിലീസ്. നമ്മൾ അങ്ങനെ തന്നെ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ പ്രസ് റിലീസ് ഡീറ്റെയിൽസും ഒക്കെ വരാറുണ്ട്. ഇനി അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു കാര്യമാണ് പ്രൊഡക്ഷൻ സിനാരിയോയിൽ നമ്മൾ ഇന്ത്യയിൽ ഏതൊക്കെയാണ് നമ്മുടെ പൊസിഷൻ, ഗ്ലോബൽ ലെവലിലെ നമ്മുടെ പൊസിഷൻ. ഫസ്റ്റ് പൊസിഷനിൽ ഏതിന്റെയൊക്കെ പ്രൊഡക്ഷൻ ആണ്? ബനാന, മാംഗോ, ഇതൊക്കെ വളരെ കോമൺ ആണ്. ബനാനയുടെ, മാംഗോ, പോംഗ്രനേറ്റ്, അതുപോലെ ടർമറിക്, ഒക്ര, പപ്പായ, ഇതിന്റെ എല്ലാം തന്നെയും എന്താണ് ഫസ്റ്റ് പ്രൊഡക്ഷൻ ഇന്ത്യയാണ്. സെക്കൻഡ് പ്രൊഡക്ഷൻ വരുന്നത് പൊട്ടറ്റോ,
ടൊമാറ്റോ, ഒണിയൻ, കോളിഫ്ലവർ, ബ്രിഞ്ചോൾ, കാബേജ് ഇതിന്റെയൊക്കെ സെക്കൻഡ് ലാർജസ്റ്റ് പ്രൊഡ്യൂസർ ആണ് നമ്മൾ ഇന്ത്യ എന്ന് പറയുന്നത്. ഇത് ഓർത്തിരിക്കുക. ഇതിന്റെയൊക്കെ ഫസ്റ്റ് ആണ് ബനാന, പോംഗ്രനേറ്റ്, മാംഗോ, ടർമറിക്, ഒക്ര, പപ്പായ. അപ്പൊ ഈ ഞാനത് ഫ്രൂട്ട് ക്രോപ്സ് ആയിട്ടുള്ള ബനാന, മാംഗോ, പപ്പായ ഒക്കെ എന്ന് ഓർത്തിരിക്കുക. ചിലപ്പോൾ സ്റ്റേറ്റ്മെന്റ് ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അങ്ങനെ. പിന്നെ സെക്കൻഡ് ആയിട്ടുള്ളത് പൊട്ടറ്റോ, ടൊമാറ്റോ, ഒണിയൻ, കാബേജ്, കോളിഫ്ലവർ, ബ്രിഞ്ചോൾ. അപ്പൊ ഈ പറയുന്നൊക്കെയാണ് ജനറൽ ആയിട്ട് നമുക്ക് നമ്മുടെ സിലബസ് തുടങ്ങുന്നതേ ഹോർട്ടിക്കൾച്ചറൽ ക്രോപ്സിന്റെ ഏരിയ, പ്രൊഡക്ഷൻ, പ്രൊഡക്ടിവിറ്റി, കറന്റ് സീനിയറി അങ്ങനെയൊക്കെ വെച്ചിട്ടാണ്. അപ്പം അത് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കാം. അപ്പൊ ആ ജനറൽ ഡിജിറ്റ്സ് എത്ര ഏരിയ ഉണ്ട്, എത്ര പ്രൊഡക്ഷൻ ഉണ്ട്, ഏതിന്റെയൊക്കെയാണ് ഫസ്റ്റ് പൊസിഷൻ ഉള്ളത്, ഇനി മൊത്തത്തിൽ ഫ്രൂട്ടും വെജിറ്റബിളും ഒക്കെ എടുത്തു കഴിഞ്ഞാൽ ഗ്ലോബൽ ലെവലിൽ നമ്മുടെ പൊസിഷൻ എവിടെയാണ്? സെക്കൻഡ് ലാർജസ്റ്റ് പ്രൊഡ്യൂസർ ആണ് ചൈന കഴിഞ്ഞാൽ. ഇത്രയുമാണ് ഏറ്റവും ബേസിക് ആയിട്ട് നമ്മൾ ഏറ്റവും കുറഞ്ഞത് ഇത്രയും കാര്യം അറിഞ്ഞിരിക്കണം. ഓക്കെ, ക്ലിയർ ആണല്ലോ. പിന്നെ നമുക്ക് എക്സ്പോർട്ട് ഡെസ്റ്റിനീസ്, നമ്മൾ യൂഷ്വലി നമ്മുടെ എക്സ്പോർട്ട് ഡെസ്റ്റിനി കട്ട് ഫ്ലവേഴ്സും ഫ്ലവേഴ്സിന്റെ ഒക്കെ കേസിലാണ് നെതർലാൻഡ്സ് പോലുള്ള കൺട്രീസിലേക്കാണ് നമ്മുടെ എക്സ്പോർട്ട് കൂടുതൽ വരുന്നത്. ഇപ്പൊ എക്സ്പോർട്ട് ഡീറ്റെയിൽസിനെ പറ്റി അത്ര കൂടുതലായിട്ട് പറയുന്നില്ല. ഇത്രയും കാര്യങ്ങൾ ജസ്റ്റ് എല്ലാവരും അറിഞ്ഞിരിക്കുക.